വേണ്ടി കുഞ്ഞുങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി 5 കാര്യങ്ങളാണ്. 1, ഈ പട്ടണത്തിലെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയന്റെ കാകളത്തിങ്കിൽ ഈ മണ്ണ് വിട്ടവർ നിത്യതയുടെ കവാടങ്ങളിൽ എടുക്കപ്പെടണം. 3, ദേശത്ത് അനുഗ്രഹമുണ്ടാകണം. 4, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകണം. 5, ദൈവസഭയിൽ ആത്മാക്കൾ കടന്നു വരണം. അതിനുവേണ്ടി ദൈവം കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം, കടക്കാം. സുന്ദരമായ ലോകം 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, 198 പൂർണ്ണ റിപ്പബ്ലിക്കുകൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവിട്ട് ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയായി, ജനശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇവിടെ എന്ത് നടക്കുമെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ പറ്റാത്തൊരു കാലം ഈ ഉലകത്തിൽ വന്നിരിക്കുന്നു. അതിനാസ്പദമായി കണ്ടുപിടുത്തങ്ങളും പ്രകൃതിയുടെ രഹസ്യങ്ങളും മനുഷ്യന്റെ ബുദ്ധിയെല്ലാം വികസിച്ചുകൊണ്ട് ഒരു ഉന്നത തലത്തിലേക്ക് മനുഷ്യൻ പാഞ്ഞെടുക്കുമ്പോൾ 2019 ഒക്ടോബർ മാസത്തിൽ ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, ബയോ വെപ്പൺ ആയിരിക്കുന്ന നോവൽ കൊറോണ ലോകത്തിൻ്റെ താളഗതികളെ മുഴുവൻ മാറ്റിക്കളഞ്ഞു. അതിനുശേഷം നേരെ ഒന്ന് നിവരുവാൻ ഈ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഓരോ 100 വർഷവും ഉലകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു മഹാവ്യാധി ഇവിടെ വരും. 1800 മനുഷ്യകുലത്തെ ചൂടും പിടിച്ചുകൊണ്ട് ഇവിടെ അനേകം പേരെ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിട്ടൊരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരായിരുന്നു പ്ലേഗ്. പഠിക്കുന്നവർക്കും ഡോക്ടേഴ്സിനും മുഴുവൻ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 117 വർഷം ലോകം സമാധാനത്തിൽ പോയി. 1917 യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ 3 പ്രധാന സംഭവങ്ങൾ ഉലകത്തിൽ നടന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ 2 കൂടുകളിൽ, 1 ബർബാസും 1 ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവും അവിടെ ആയിരിക്കുമ്പോൾ പരീശന്മാർ പീലാത്തോസിനെ നോക്കി, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞ യഹൂദൻ്റെ നിലവിളിയുടെ മുൻപിൽ കൽപ്പനകളുടെ ഹല്ലേലൂയ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശീകരണത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ യഹൂദൻ ഉലകത്തിൽ ചിതറുവാൻ തുടങ്ങി. കൊച്ചി, മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ 120 രാജ്യങ്ങൾ ചിതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. അതിൻ്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. അതിനെ ചരിത്രം വിളിക്കുന്നു. അത്തിച്ചടി ആദ്യം കുഴിച്ചു വെക്കുന്നത് 1917 നവംബർ 11. അതിനോട് ചേർന്ന് 2ാമത്തെ സംഭവം, ഒരു സ്ഥലത്ത് ഇസ്രയേലിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമ്പോൾ മറു സ്ഥലത്ത് മറ്റൊരു സംഭവം നടന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പട്ടണമായ റഷ്യ, അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കിരാതമായ സാർ ചക്രവർത്തിമാർ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി കാറൽ മാർക്സ് എന്ന യഹൂദന്റെ കരങ്ങൾ പിടിച്ച മാർക്സിസം കൂടെ ഉണ്ടായിരുന്ന ഫ്രെഡറിക് ഏംഗൽസിന്റെ തത്വസംഹിത ഏറ്റുകൊണ്ട് 1917 മെയ് മാസം 1-ാം തീയതി തൊഴിലാളി സുഹൃത്തുക്കൾ ലണ്ടനിലെ റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്ത് നോക്കി യാത്രയായി അവർ വിളിച്ച മുദ്രാവാക്യമാ സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ചു ശക്തരാകുകയും. അന്ന് ആദ്യമായി ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് 1917 മെയ് 1 ലോക തൊഴിലാളി ദിനം. അതിനോടനുബന്ധിച്ച് 3ാമത്തെ സംഭവം, ഒരു മഹാമാരി ആ ദിനത്തിൽ ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. അത് ആഞ്ഞടിച്ചു. ലോകം ഇത് 3 കണ്ടു കഴിഞ്ഞു. അതിനുശേഷം 102 വർഷം കുഴപ്പമില്ല, ചൈനയിൽ നിന്ന് മഹാമാരിയായി കോവിഡ് വന്നു. ഈ കോവിഡ് സാധാരണ സംഭവമല്ല. നോവൽ കൊറോണ കഴിഞ്ഞു. അതിൻ്റെ 7ാമത്തെ വകഭേദം ഒമിക്രോൺ കണ്ടിട്ട് അല്പം നമ്മൾ സമാധാനത്തിലിരിക്കുമ്പോൾ പല രീതിയിൽ ഇത് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ഉലൂമല പ്രഭാഷണത്തിൻ്റെ ഒരു നിവർത്തി ഇതിൻ്റെ ചാല. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളത്തിനായി യേശുക്രിസ്തു ഉലൂമലയിൽ ശിഷ്യന്മാരോട് സംവദിക്കുന്ന അവസാനകാല പ്രഭാഷണമായ എസ്കറ്റോളജിയുടെ പകുതി ഭാഗങ്ങളിൽ വരുമ്പോൾ ലോകത്തിൽ ഒരു കഷ്ടം തുടങ്ങും. കർത്താവിൻ്റെ വരവും അതിനോടനുബന്ധിച്ച് മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടങ്ങളുടെ നാന്ദി കോവിഡിനോടനുബന്ധിച്ച്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് ഇറ്റ് ടെററൈസ് ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് എ സൈമൾട്ടേനിയസ് പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. ഒരു മഹാമാരി ഇവിടെ വരും. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ കോവിഡാനന്തര ലോകം ഉലകത്തിൻ്റെ അന്ത്യദിനത്തിൻ്റെ ചാലുകൾ ഇതിനകത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിനാസ്പദമായി ബൈബിളിലെ പ്രവചനങ്ങൾ മിക്കതും ഈ ദിനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഒരു ട്രെയിൻ പുറപ്പെടുമ്പോൾ ചില മുന്നറിയിപ്പുകൾ, അതുപോലെ ഒരു വിമാനം ആകാശത്തിൻ്റെ വികായസിനകത്ത് പറന്നു കയറുമ്പോൾ അതിനു മുമ്പ് അനവധി മുന്നറിയിപ്പുകൾ പോലെ കോവിഡിൻ്റെ മറവിൽ ചില മുന്നറിയിപ്പുകൾ നാഥൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. അതിൽ 2 സംഭവങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി ബൈബിളിലേക്ക് കടക്കാം. 2023 ഇന്ത്യയും ബഹിരാകാശവും 2023 അറ്റ് ഇന്ത്യ
ആൾസോ ദ സ്പേസ്, ബഹിരാകാശം. എന്താ നടന്നത്? 4 സംഭവങ്ങൾ 2023 അകസ്മാതമായി 2023 ആദ്യ ദിനങ്ങളിൽ കഴിഞ്ഞ വർഷം 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനെ താണ്ടിപ്പിടിക്കുവാൻ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യ ഒരു പരിവേഷത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ പേരാ ചന്ദ്രയാൻ. ആ റോക്കറ്റിനകത്ത് ഉപഗ്രഹങ്ങളെ അവിടെ വിന്യസിച്ചതിന് ശേഷം റോക്കറ്റിനകത്തിരുന്ന ക്യാമറയുടെ പേരാ വിക്രം ലാൻഡർ. അത് ഇന്ന് രാത്രിയും ചന്ദ്രനകത്ത് നിൽപ്പുണ്ട്. അവിടുന്ന് പടമെടുത്ത് ISROയ്ക്ക് അയച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ സംഭവം, ഇന്ന് രാത്രി കനാൻ ഗോസ്പൽ ടീമിന്റെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ഏകദേശം 15 കോടി കിലോമീറ്റർ കത്തിപ്പടിക്കുന്ന സൂര്യനെ പിടിക്കുവാൻ ഇന്ത്യ രണ്ടാമത്തെ ഉപഗ്രഹത്തെ അയച്ചു. അതിൻ്റെ പേര് ആദിത്യ 3. ആ പരിവേഷത്തിന് പേരിട്ടു ഗഗൻയാൻ. നാഗർകോവിൽ വണ്ടി കളിക്കാവിളയിൽ സ്റ്റേ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ശൂന്യാകാശത്തിൽ നിന്നുകൊണ്ട് ആദിത്യ 3 അതിനും പടമെടുത്ത് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുന്നു. ശൂന്യാകാശത്തിൻ്റെ ചിത്രങ്ങൾ. മൂന്നാമത്തെ സംഭവമായി ഇവിടുത്തെ ജോഗ്രഫി ഫിസിക്സ് ടീച്ചേഴ്സ്, അത് വെള്ളറയാകട്ടെ ചെമ്പൂർ LMSന്റെ സ്കൂളാകട്ടെ, ഇവിടെ സ്കൂളുകളിലെ ഫിസിക്സ് ജോഗ്രഫി ടീച്ചേഴ്സിൻ്റെ മൊബൈലിൽ ഒരു വലിയ ഫീച്ചർ വന്നു കഴിഞ്ഞു. അതിൻ്റെ പേരാ മാർസ് 1, മനുഷ്യൻ ചൊവ്വയിലേക്ക്. അതിൻ്റെ പ്രത്യേകത എന്താ? 5.25 കോടി കത്തിപ്പിടിക്കുന്ന ചൊവ്വയെ പിടിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നു. അതിനാസ്പദമായി എല്ലാ മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടു. മാർസ് 1 പാലക്കാടുകാരി ലേഖ ശ്രദ്ധ, തിരുവനന്തപുരം സ്വദേശി പൂജപ്പുരക്കാരൻ രാകേഷ് ചൊവ്വയിലേക്ക് പറക്കുവാൻ തയ്യാറെടുക്കുന്ന എല്ലാം മലയാള പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. വളരെ താമസിച്ചത്. അപ്പോൾ കുരങ്ങന്റെ തലയിൽ നിന്ന് മനുഷ്യന്റെ തലയിലേക്ക് മൈക്രോചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത എലോൺ മസ്ക് പറയുന്നു, കോടിക്കണക്കിന് രൂപ തരാമെങ്കിൽ സേഫായിട്ട് നിങ്ങളെയും ഞാൻ അവിടെ ഇറക്കാൻ 10 ലക്ഷം പേരെ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന്റെ പേടകവും തയ്യാറാകുന്നു. നാലാമത്തെ സംഭവം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ബാംഗ്ലൂർ ISRO അവിടെ വന്ന് ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം, ഇന്ത്യക്ക് വേണ്ടിയ സ്പെഷ്യലൈസ്ഡ് ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ കനാൻ ഗോസ്പലിന്റെ കൺവെൻഷൻ നടക്കുമ്പോൾ മനുഷ്യൻ ചുവടുവെച്ച ആകാശത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് കയറി സുനിത വില്യംസ് ആകാശത്തിന്റെ മണ്ഡലത്തിൽ കടന്ന് എങ്ങനെയെങ്കിലും താഴെ വരാൻ കൊതിക്കുന്ന ഒരു കാലം ഇവിടെ വരുന്നു. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിന്റെ നടുവിൽ നിന്ന് നിന്നെ ഇളക്കുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ സുനിത വില്യംസിന്റെ പേടകത്തിനകത്ത് വിള്ളൽ കൊണ്ട് എലോൺ മസ്കിനെ ഇന്ന് സ്വാധീനിക്കുന്ന ഒരു പേടകം കൊണ്ട് അവരെ തിരിച്ചിറക്കുവാൻ. അങ്ങനെ ലോകത്തിന്റെ ദീർഘയിലെ കണ്ടുപിടുത്തങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ടോ? മനുഷ്യകുലം എവിടത്തേക്ക് പറന്നു കയറോ? ലൂക്കോസിന്റെ സുവിശേഷം 21-25 നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബൈബിൾ, അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം, അന്ത്യദിനങ്ങൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകുക. അതിന്റെ താഴെ അടുത്ത വാക്യമുണ്ട്, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം. അതുകൊണ്ട് പൂവാറും ശംഖുമുഖവും അത് കഴിഞ്ഞിട്ട് തേങ്ങാപട്ടണവും എല്ലാം തിരമാല കയറുന്നു. അതിന് മലയാളത്തിൽ പത്രങ്ങൾ വിളിക്കുന്ന കള്ളക്കടൽ, കള്ളിക്കടൽ. 6 മീറ്റർ തിരമാല ഉയരുന്നു. വീടിന്റെ ഭിത്തികൾ, ചിന്നമ്മ സിസ്റ്റർ വെച്ചിരിക്കുന്ന കലങ്ങളുമെല്ലാം കടൽ കൊണ്ടുവന്ന കാഴ്ച ഏഷ്യാനെറ്റിനകത്ത് കാണുമ്പോൾ ദൈവമക്കൾ പറയണം, അന്ത്യദിനത്തിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്പർ 1. നമ്പർ 2, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ മനുഷ്യന്റെ അവയവങ്ങൾ മാറ്റിവെക്കുന്നു. ഒരു വർക്ക്ഷോപ്പിനകത്ത് ഒരു വണ്ടി കയറ്റിയാൽ അതിന്റെ പാർട്സുകൾ മാറ്റുന്നത് പോലെ മനുഷ്യന്റെ അവയവങ്ങൾ മാറ്റും. തിരുവനന്തപുരത്ത് ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും ഹാർട്ട് മാറ്റും, ലിവർ മാറ്റും, ലങ്സ് മാറ്റും, പാൻക്രിയാസ് മാറ്റും. അതൊക്കെ ഇവിടെ മാറ്റുമ്പോൾ ഇന്ന് രാത്രി ഒരു സർജറിക്ക് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. അതിന്റെ പേര് 2022 ഇത് നടക്കുമെന്ന് പറഞ്ഞ് കോവിഡ് ആയതുകൊണ്ട് പ്രൊസീജിയർ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ചൈനയിലെ ഹാർബിൻ മെഡിക്കൽ സെന്റർ, അവിടുത്തെ ഡോക്ടറിന്റെ പേരാ സർജിയാവോ കനവേറോ. അദ്ദേഹം ഒരു പുതിയ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അതിന്റെ പേരാ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. മനുഷ്യന്റെ തല മാറ്റി വെക്കുവാൻ തയ്യാറെടുക്കുന്നു. എലിയുടെയും പൂച്ചയുടെയും തല മാറ്റി. അദ്ദേഹം പറഞ്ഞു, 2026 എനിക്ക് 2 വർഷം കൂടെ തന്നാൽ മനുഷ്യന്റെ തലയറത്ത് ഒരു ടേബിളിൽ വെച്ചിട്ട് ശ്വാസകോശത്തിൽ വെന്റിലേറ്റർ വഴി ശ്വാസം കൊടുത്തുകൊണ്ട് അടുത്ത തല ഇംപ്ലാന്റ് ചെയ്ത് അവനെ ജീവനോടെ എഴുന്നേൽപ്പിക്കുവാൻ 16 മണിക്കൂർ കൊണ്ട് തല മാറ്റുന്ന ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ലോകം തയ്യാറെടുക്കുന്നു. ഹാർബിൻ മെഡിക്കൽ സെന്റർ, ചൈന. ആ ഡോക്ടറുടെ പേര് സർജിയാവോ കനവേറോ. തലച്ചോറിനകത്ത് ക്ഷതം ബാധിച്ച് കട്ടിലേക്ക് കിടക്കുന്ന 27-കാരൻ റഷ്യക്കാരനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ തല മാറ്റിത്തരാം. ശാസ്ത്രലോകം എവിടത്തേക്ക് പോയി കഴിഞ്ഞു? ദാനിയേൽ പ്രവചനത്തിൽ 12 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. എത്ര ക്ലിയർ ആയിരിക്കുന്നു! മനുഷ്യന്റെ തല മാറ്റുവാൻ ലോകം തയ്യാർ. നാടൻ ഭാഷയെ
പറഞ്ഞാൽ കുഞ്ഞമ്മാമ്മയുടെ തലമാറ്റി അവറാച്ചാന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ലോകം പേടിക്കുന്നു. അവിടം വരായിരിക്കുന്നു കാര്യങ്ങൾ. ഒരു രാത്രി കൂടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ കോവിഡിന്റെ മറവ് നിങ്ങളോട് പറയുന്നു. പ്രവചനങ്ങളുടെ നിവർത്തി കാണുമ്പോൾ കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ കണ്ണിനകത്ത് ഹല്ലേലൂയ പ്രവചനങ്ങളുടെ നിവർത്തി കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയോ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുവാൻ കാത്തിരിക്കുന്ന ദൈവമക്കളെ തീർക്കുക. അരുമനാഥൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കിളിയൂരിലെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വിശുദ്ധ ധന്യനായ പൗലോസ് ലീഗ റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ റോമൻ ലേഖനം 13-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 and 12. റോമൻ ലേഖനം 13, 11, 12 അധ്യായങ്ങൾ വാക്യങ്ങൾ വായിച്ചിട്ട് കുഞ്ഞ്. റോമാലേഖനം 13, 11, 12 വാക്യങ്ങൾ. ഇത് ചെയ്യേണ്ടതിന് എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. ഇന്നത്തെ കോവിഡാനന്തര ലോകത്തെ കിളിയൂരിലെ ദൈവമക്കൾ അറിയുകയാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാഥന്റെ വരവ് ഇപ്പോൾ നമ്മൾക്ക് അടുത്തിരിക്കുന്നു. അടുത്ത വാക്ക് രാത്രി കഴിവാറായി. നീതി സൂര്യൻ ഈ തലമുറയിൽ വെളിപ്പെടുവാൻ പോകുന്നു. അടുത്ത വാക്ക് അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞു. കനാൻ ഗോസ്പലിന്റെ 2ാമത്തെ കൺവെൻഷൻ നിങ്ങൾ ഏറ്റെടുക്കണം. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിങ്ങൾ തച്ച് തകർത്തുകൊണ്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം സർവായുധം വെളിച്ചത്തിന്റെ ധരിച്ചുകൊള്ളുക. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി എല്ലാവരും റോമാലേഖനം ഒരിക്കൽ കൂടി കുഞ്ഞു വായിച്ചത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്ന സമയത്തെ അറിയുകയാൽ ഇന്ന് രാത്രി കഴിവാറായി. പകൽ അടുത്തുപോയി. കിളിയൂരിലെ ദൈവമക്കളെ, പിശാചിന്റെ പോരുകൾ മാറ്റിക്കൊണ്ട് ഇരുട്ടിന്റെ അന്ധകാര ശക്തികളെ തകർത്തുകൊണ്ട് വെളിച്ചത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ രക്ഷകന്റെ വരവിന്റെ ധ്വനി എവിടം വരെയെന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോതോ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവ ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർ കാര്യം മനസ്സിലാകുന്നു? കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയണോ, തിരുവല്ല നീരേറ്റുപുറത്ത് ഒരു ചെറുപ്പക്കാരൻ 38 വയസ്സ്, അവന്റെ ഭാര്യ 33 വയസ്സ്, മകൾ 12 വയസ്സ്, ആൺകുഞ്ഞ് 8 വയസ്സ്. അവർ 1.5 മാസത്തെ ലീവിന് തിരുവല്ല നീരേറ്റുപുറത്ത് വന്നു. മറ്റൊരു സഭക്കാരം അവർ അന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചുപോയി. വൈകിട്ട് അവിടെ എത്തി. ക്ഷീണം കൊണ്ട് വീട്ടിനകത്ത് കുവൈറ്റിലെ അബ്ബാസിക്കകത്ത് സുഖമായിട്ട് ഫ്ലാറ്റിൽ കിടന്നുറങ്ങി. പക്ഷെ എന്താ സംഭവിച്ചത്? AC എന്തോ പൊട്ടിയോ കാർബൺ ശ്വസിച്ചോ 4 പേരും ആ ഫ്ലാറ്റിനകത്ത് മരിക്കുവാനിടയായി. സകല പത്രങ്ങളും കണ്ടു. 1.5 മാസം ലീവിന് വന്നിട്ട് 38കാരനും 33കാരിയും, അത് കഴിഞ്ഞ് 12 വയസ്സും 8 വയസ്സുള്ള 4 കുഞ്ഞുങ്ങളുടെ ചേതനയറ്റ ശരീരം. മർത്തോമാ സഭയിലെ വൈദികരടക്കുന്ന കാഴ്ച ലൈവ് കണ്ട സകലരും കരഞ്ഞുപോയി. ഇവിടുന്ന് എല്ലാവരെയും കണ്ട് സന്തോഷമായി കുവൈറ്റിൽ ചെന്ന അന്ന് രാത്രി തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ AC കത്തുന്നു. കാർബൺ ശ്വസിച്ച് 4 പേരും മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി അതിന്റെ നടുവിലും ഹല്ലേലൂയ കിളിയൂരിൽ എൻ്റെ കണ്ണിനെ കണ്ണുനീരിനും കാലിന് വീഴ്ചയെന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്വന്തം സഹോദരി, നിന്റെ വീട്ടിനകത്തും വൈദ്യുതി ഉണ്ട്. ചെറുപ്പക്കാരാ, നീ കടന്ന വീട്ടിനകത്തും എയർ കണ്ടീഷനുണ്ട്. എന്തുകൊണ്ട് നിന്റെ AC-യിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായില്ല? നിന്റെ കണ്ണുനീര് മാനിക്കുന്ന ഒരു ദൈവ. വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല. ഇന്ന് രാത്രി പറയണം, 2023 കണ്ട പലരും 24 ഈ ലോകം കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്ന അപ്പാ പിതാവ് എന്ന് വിളിക്കുക. ഒരിക്കൽ കൂടി മഹാദൈവം എന്നോട് കരുണ കാണിച്ചതിനാൽ, എന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ചതിനാൽ കോടാനുകൂടി സ്വോത്ര. ഈ രാത്രി ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇസ്രായേലിന്റെ ശ്രുതികളിൽ മേൽ വസിക്കുന്ന പ്രിയ, ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവ, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവ, എന്റെ ആവശ്യഭാരങ്ങൾ പ്രവർത്തിക്കുക. കരുണാമയനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുക. എത്ര പേര് ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. പരിനിമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാന്റെ വക്കത്ത് ആരെങ്കിലും കാഴ്ചവെട്ടിയാൽ അവർ പൊതഞ്ഞ് അവിടെ മരണം കാണും. എന്നാൽ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് നയിച്ച മോശ ഹല്ലേലൂയ പാളയത്തിനകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരുവന്റെ കരങ്ങളിൽ അധികാരമെത്തി. അവന്റെ പേരാ യോശുവ. അവന് വലിയ ബിരുദമില്ല, പഠനമില്ല. അവൻ സ്വർഗസന്ധിയിൽ പറഞ്ഞു, സ്വർഗമേ സ്വർഗമേ, ഈ ജനത്തെ
മുന്നോട്ട് നയിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ യോശുവയുടെ സ്വർഗം പറഞ്ഞു, നിനക്ക് PhD വേണ്ട, ഡോക്ടറേറ്റ് വേണ്ട, അവന്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരിക്കുക, കാര്യങ്ങൾ ഞാൻ നിവർത്തിച്ചു തരാം. യോശുവയുടെ സ്വർഗം പറഞ്ഞു, ഒരു വാക്കിന്ന് രാത്രി ഏറ്റെടുത്ത ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങാവൂ. മോശയോട് കൂടെ ഇരുന്നത് പോലെയല്ല നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഇന്ന് രാത്രി പാളയത്തെ പിടിച്ചടക്കുക, നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. PhD അല്ല, ഡോക്ടറേറ്റ് അല്ല വലുത്, അവന്റെ അമിത ബലത്തിന്റെ വല്ലഭത്ത് പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ പട്ടണത്തെ വിടുവിക്കുവാൻ, രാജ്യങ്ങളെ വിടുവിക്കുവാൻ, നിനക്കെതിരെ പോരാടുന്ന ഒഴുക്കിന്റെ ശാഖരികളെ മാറ്റുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. 4 കാര്യം അവൻ ചെയ്തു. 1, ജനത്തോട് വചനം പറഞ്ഞു. 2, വിശുദ്ധിയുടെ ഉപദേശം കൊടുത്തു. 3-ാമത്തെ കാര്യം, രാത്രി ഇടിവിൽ നിന്ന് അവൻ പാളയത്തിൽ കരഞ്ഞു. 4-ാമത് യോശുവ ഒരു കാര്യം ചെയ്തു, പ്രവചനം പറഞ്ഞു. യഹോവ നാളെ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുക. സഹോദര സഹോദരി, ഇന്ന് രാത്രി പറഞ്ഞ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്തൊരു മറുപടി തരുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ നിയമത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയായി ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിൽ കടന്നു വന്നെങ്കിൽ നാളുകളായി നിന്നെ മറുകര കടത്താതെ മരണത്തിന്റെ വാറണ്ടകളുമായി നിന്റെ ശരീരത്തിനും നിന്റെ കുടുംബത്തിനുമെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി ശിശുക്കളുടെ മൂലം കുടിക്കുന്നവരുടെ വായു ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി യോർദാൻ നിനക്കെതിരായിരിക്കും, സാഹചര്യം നിനക്കെതിരായിരിക്കും, ഒരുപക്ഷെ തകർക്കാൻ ദൂട്ട പിശാച് പദ്ധതി വെക്കാം. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ വചനത്തിന്റെ പെട്ടകവുമായി ഇന്ന് രാത്രി ഞാൻ കിളിയൂരിൽ ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്. എന്റെ ഉള്ളംകാലി ഗ്രൗണ്ടിൽ ചവിട്ടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രി ഈജിപ്തിലെ ആരാബായി ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി ഇസ്രായേലിനെ വിടുവിച്ച മഹാദൈവ ആരാധിക്കുന്ന പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാരെ വിടുവിക്കുക. ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ കരം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. പക്ഷികളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തെ തകർത്തുയർത്തുന്ന യേശുവിന്റെ നാമം ഈ കണ്ണച്ച കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോ ശതാധിപൻ പറഞ്ഞതുപോലെ എന്റെ പൂരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ഇന്ന് രാത്രി കാനാൻ കൺവെൻഷൻ ആദ്യ രാത്രി നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ പൂരയ്ക്കകത്ത് ഒരു വിടുതൽ തരുവാൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ വെള്ളരുടെ പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ദിസ് നൈറ്റ് ഗിവ് എ മിറക്കിൾ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. ഈ രാത്രി മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. വെയിലാറിയ സമയത്ത് ഏതന്റെ പറുദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ കാക്കണമേ അപ്പച്ച. വേദനയോടെ വന്നവരുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ചലിക്കണമേ. ഈ മിനിസ്ട്രിയും കടന്നു വന്ന കുഞ്ഞുങ്ങൾ വാർക്കുന്നു. കാലാവസ്ഥ ഇത്രത്തോളം അനുകൂലമാക്കിയതിനായി നന്ദി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഈ മക്കൾക്കൊന്നും കൊടുക്കാനില്ല, പക്ഷെ ജീവന്റെ വചനം കേട്ട് ഇന്ന് രാത്രി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇതിനകത്ത് വാർത്തെടുക്കണമേ. ഇന്ന് രാത്രി പരിധിക്കുള്ളിൽ ചിലരുടെ കരങ്ങൾ നസ്രയിന് വേണ്ടി ഉയരുന്ന രാത്രിയായി മാറട്ടെ. കിളിയൂരിനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിന്റെ പട്ടണമായി ആയിരങ്ങൾ യേശുവിനെ കാണുക. ഈ പട്ടണത്തിൽ ഇനിയും അനേക യോഗങ്ങൾ നടക്കുക. അപ്പച്ചനോട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം അങ്ങ് കാക്ക്. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഈ മക്കളെല്ലാം വിടുതലോടെ അയക്കണം. നാഥന്റെ നാമം മാത്രം ഈ 2 ദിനങ്ങളിലും ഉയരണം. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി മഹത്വം പൂഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിനൊരു മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഇന്ന് രാത്രി ശ്രദ്ധയോണ്ടിരിക്കണം. പുതിയ നിയമത്തിന്റെ 5 തലങ്ങൾ: 1 സുവിശേഷത്തിന്റെ പരമ്പര, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 വെളിപ്പാട് പുസ്തകം, പ്രവചന ഗ്രന്ഥങ്ങൾ. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ച് സഹായിച്ചത് ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ റോമാലേഖനമാണ് വായിച്ചത്. റോമാലേഖനത്തിന്റെ പ്രത്യേകത AD 57 കാലഘട്ടത്തിലാണ് പൗലോസ്ലീഹ ഇത് എഴുതുന്നത്. അതിനോടനുബന്ധിച്ച് ഇതിന്റെ പ്രത്യേകത 16 അധ്യായങ്ങൾ റോമാലേഖനത്തിനകത്ത്, 453 വാക്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു ഭാഗത്തിൽ വരുമ്പോൾ പുതിയ നിയമസഭയുടെ ഉദ്ഘാടനം നടന്നത് പെന്തക്കോസ് പെരുന്നാൾ സെഹിയോൻ മാളിക മുറിയില്ല. അതിനുശേഷം സഭ മുന്നോട്ട് വന്ന് കാലത്തിനകത്ത് പ്രതിസന്ധി വരുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ അപ്പോസ്തല പ്രവൃത്തി 8, 9, 10 അധ്യായങ്ങൾ 3 ഉന്നതന്മാർ കർത്താവിനെ കാണുന്നു. എത്യോപ്യ രാജ്ഞിയുടെ മേൽവിചാരകനായ ശണ്ടൻ യെരുശലേം ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിന്റെ ചുരുൾ അവൻ നിവർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്നുകൊണ്ട് അവനെ പൊരുൾ നിവർത്തിച്ചുകൊണ്ട് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8. അപ്പോസ്തല പ്രവൃത്തി 9 ഈ ശൗൽ അഥവാ ഇന്നത്തെ പൗലോസ്. 10 വേറൊരു പ്രമാണിയുണ്ട്. ഇറ്റാലിയയിൽ കൊർന്നല്യോസ് എന്ന ശതാധിപൻ. അവൻ ദർശനത്തിൽ കാര്യങ്ങൾ കണ്ടു. തോൽക്കൊല്ലക്കാരനായ ശിമോന്റെ വീട്ടിൽ നിന്ന് പത്രോസിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് വചനം കേട്ട് ശതാധിപൻ ഒരു പോലീസ് സൂപ്രണ്ട് രക്ഷ പ്രാപിക്കുന്നു. ഇതിൽ 9ാമത്തെ അധ്യായത്തിൽ കാണുന്ന കഥാപാത്രമാ മിസ്റ്റർ ശൗൽ. സാധാരണ പുള്ളിയല്ല, ബെന്യാമിൻ ഗോത്രക്കാരൻ. അതിനുശേഷം കപ്പൽ മുതലാളിയുടെ മകൻ, കീശയിൽ കാശ്, പരീക്ഷന്മാരുടെ സന്നദ്ധപത്രം, ഇതൊക്കെയായിട്ട് നടക്കുന്ന ഒരുവനായിരുന്നു ശൗൽ. അവന് വേണ്ടി പരീക്ഷകളാകുന്ന യഹൂദന്മാർ കൊടുത്ത 1ാമത്തെ പരിപാടി എന്താണെന്നറിയാമോ? ഭക്തനായ സ്തെഫാനോസിനെ കൊല്ലുവാൻ ആദ്യത്തെ കൽപ്പന കൊടുക്കുന്ന AD 38 കാലമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സ്തെഫാനോസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു. അവനെ കാലപുരിക്ക് അയക്കാനുള്ള ഒരു കൽപ്പനയാ ആർക്ക്? യഹൂദ പരീക്ഷകളിൽ പൗലോസിന് ശൗലിന് വേണ്ടി കൊടുക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഭക്തനായ സ്തെഫാനോസിനെ അവൻ കല്ലെറിയുന്നു. പടപടാ ശരീരത്തിനകത്ത് കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ സ്തെഫാനോസിന് പിടികിട്ടി, ഞാനിവിടെ അസ്തമിക്കാൻ പോവാ. കല്ല് മുഴുവനായി ശരീരത്ത് വീണപ്പോൾ അവൻ താഴേക്ക് പതിച്ചു. എന്നാൽ ചില നിമിഷങ്ങൾ അവൻ നിർനിമേഷനായി ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറക്കുന്ന കാഴ്ച സ്തെഫാനോസ് കണ്ടു. അതിന്റെ അർത്ഥം ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കണ്ടു, സ്തെഫാനോസ് നീ എത്രത്തോളം കല്ലേറ് കൊണ്ടാലും, അടിമത്തത്തിന്റെ ചെങ്ങല നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, ശരീരത്തിനകത്ത് മുറിവേറ്റാലും, ഇവിടെ കാണുന്ന താൽക്കാലിക ഘട്ടത്തിനപ്പുറത്ത് നിനക്ക് നിത്യതയുടെ ഒരു വീടുണ്ടെന്ന് സ്വർഗം പ്രകാശിപ്പിക്കുക. സ്തെഫാനോസിന്റെ മരണം, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അത് കഴിഞ്ഞതിന് ശേഷം അതിന് 2ാമത്തെ കൽപ്പന പരീക്ഷന്മാർക്ക് ആര് കൊടുക്കുന്നു? ശൗലിന് കൊടുക്കുന്നു. സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. അന്ത്യോക്യയിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോകുന്ന വഴി പട്ടാപ്പകൽ ഉച്ചയ്ക്ക് അവൻ യാത്ര ചെയ്യുക. ആരെ കൊല്ലുവാൻ? അനന്യാസ് ഉപദേശി തട്ടുവാൻ. പത്രമുണ്ട്, കാര്യമുണ്ട്, കീശയിൽ കാശുണ്ട്. പടപട മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് കുതിരയ്ക്കകത്ത് അവൻ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്നതാര്? അപ്പോൾ ശൗൽ തിരിച്ചു ചോദിച്ചു, അങ്ങാരാകുന്നു? കർത്താവേ. പറഞ്ഞത് ഒരു ലൈറ്റ് അവൻ്റെ കണ്ണിലേക്ക് വീണു. സാധാരണ ബ്രൈറ്റ് അല്ല, നല്ല സ്വർഗത്തിൻ്റെ ടോർച്ച. അവൻ്റെ കുതിരയും കാണാനില്ല, പടയാളികളും കാണാനില്ല. വളരെ വേഗത്തിൽ വന്ന ശൗല് കിടക്കുന്നു. നാടൻ മലയാളത്തിൽ പറഞ്ഞ ദിം തരികിടതോ. കിളിയൂരിൽ അച്ചായ കീശ കാശുണ്ടെങ്കിലും, പോലീസുകാർ കയ്യിലുണ്ടെങ്കിലും, ഇഷ്ടം പോലെ മൊബൈൽ ഉണ്ടെങ്കിലും, കാശുണ്ടെങ്കിലും, വെളിപ്പുറത്ത് അനേകം പേരുണ്ടെങ്കിലും, വചനത്തോട് മറുതലിച്ചാൽ സെക്കൻഡ് കൊണ്ട് നിന്നെ താഴെയിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിൻ്റെ ഒരു മലയാളമാണ്, നിഗളിക്കുന്ന സകലത്തെയും വെട്ടുവാൻ കർത്താവിൻ്റെ കയ്യിൽ നല്ല ടോർച്ചുണ്ട്. വീഴാതിരിക്കുന്നത് യൂദ പറയുന്ന പോലെ ദൈവത്തിന്റെ കൃപയാ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പൊ പൗലോസിന് പിടികിട്ടി, പഴയ ശൗലാണല്ലോ, അവന് പിടികിട്ടി തന്നെ നമ്മുടെ കരമനെ ആരാധനയെ പോയിട്ടും കാര്യമില്ല, കേശവദവരസവരത്ത് ചൈതന്യെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് വാസനായി കേരള ലേസറും പറ്റത്തില്ല. എല്ലാവരുടെ 108 ആംബുലൻസ് എടുത്ത് അവൻ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? തർശോശുകാരനായ യൂദയുടെ വീട്ടിൽ കൊണ്ടുപോയി. സഭാഭാഷയോടൊന്നും ആലോചിച്ചില്ല. അവനൊരു 3 ദിവസത്തെ കണ്ണീരും ഉപവാസവും കട്ടൻ വെള്ളം കണ്ട് കുടിച്ച് ഉപവാസമൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അനന്യാസിനോട് സ്വർഗം വിളിച്ചു. അനന്യാസ് ഉപദേശി, ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണം? നിനക്ക് ആക്രമണത്തിന് വേണ്ടി തയ്യാറായി വന്ന ശൗൽ ഇപ്പം കണ്ണുനീരോടെ കരയുക. നീ അവിടെ ചെന്നിട്ട് അവൻ്റെ തലയിൽ കരം വെച്ചിട്ട് അവൻ്റെ കണ്ണിലെ ചെതുമ്പൽ മാറ്റി പൂർണ്ണ വിടുതൽ കൊടുക്കണം. അനന്യാസ് ഉടനെ ഞങ്ങളുടെ ഉപദേശിമാരുടെ സ്വഭാവമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് അവൻ നമ്മുടെ സഭയ്ക്കെതിരെ പോസ്റ്റർ ഇട്ടതാ, കൺവെൻഷൻ്റെ വെള്ളറുടെ 3 കട്ടൗട്ട് അടിച്ചുകൊണ്ട് പോയതാ, വിശ്വാസിക്കെതിരെ പരസ്യമായിട്ട് ആക്ഷേപം പറഞ്ഞ
പറ്റുമെങ്കിൽ ഒരു 1.5 കൊല്ലം കണ്ണിന് കാഴ്ചയില്ലാതിരിക്കട്ടെ എന്ന് സ്വന്തം. ഇതാണ് ഞങ്ങളുടെ ഉപദേശിമാരുടെ ആ മനസ്സിലൊരു അനന്യാസ് പറഞ്ഞത്. അനന്യാസ് പറഞ്ഞു, പക്ഷെ സ്വർഗം പറഞ്ഞ് ഇമ്മീഡിയറ്റ് നീ പോണം. പെട്ടെന്ന് അവൻ പോയി. അനന്യാസ് ചെന്നിട്ട് ആരെ കണ്ടു? ശൗലിനെ കണ്ടു. ഒരു വിളി വിളിച്ചു, കുഞ്ഞുങ്ങളെ. അതാ ദൈവീക ഹൃദയത്തിൻ്റെ അകത്ത് വരുന്ന ആന്തരിക സമാധാനം. കൊല്ലാൻ വന്ന് ശൗലിൻ്റെ തലയെ കൈവച്ചിട്ട് വിളിച്ച, ശൗലേ സഹോദര, ഇതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണിലെ ചെതുമ്പലെല്ലാം ഇളകി മാറി. അവന് കാഴ്ച കിട്ടിയ ശൗൽ അനന്യാസിനോട് ചോദിച്ചു, ഉപദേശി എന്ത് ചെയ്യണം? 1, അവൻ പറഞ്ഞു രക്ഷിക്കപ്പെടണം. 2, നീ മാനസാന്തരപ്പെടണം. 3, നീ അനുദപിക്കണം. 4, നീ കലക്കവെള്ളത്തിൽ തന്നെ മുങ്ങണം. 5, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 6, തിരുമേശയിൽ പങ്കാളിയാകണം. മേൽക്കുമേൽ ദൈവസന്നിധിയിൽ നിലനിൽക്കണം. നീ കാഴ്ച ലഭിച്ചവന് വേണ്ടി സത്യ ഉപദേശി പറഞ്ഞുകൊടുത്ത മാർഗമാ ഇത്. ഇന്ന് നമ്മുടെ വെള്ളറടയിലോ ജയം ഹാളിലോ ആനപ്പാറ ഫോറസ്റ്റ് ഗ്രൗണ്ടിലോ ചെമ്പൂർ സ്കൂൾ ഗ്രൗണ്ടിലോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉപദേശി പ്രാർത്ഥിച്ച് ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ 3 ക്യാമറ ഒരുമിച്ച് നിൽക്കും. 1 പവർ വിഷൻ, 2 മന്ന, 3 ഹാർവസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറൂടെ നിൽക്കുക. എത്ര നാളായി എവിടൊക്കെ കാണിച്ച് അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാഴ്ച കിട്ടിയവൻ്റെ ഏറ്റവും നല്ല പ്രത്യാശ നിത്യതയുടെ കവാടത്തിലെത്തണം. ഇതാണ് ദൈവത്തിൻ്റെ വചനം. കാഴ്ച കിട്ടിയവൻ കർത്താവിനെ രക്ഷിതാക്കളായി സ്വീകരിച്ചു. അവൻ വചനപ്രകാരം അനുദപിച്ചു, വചനപ്രകാരം സ്നാനമേറ്റു, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു. പരിശുദ്ധാത്മ ശക്തിയിൽ 14 ലേഖനങ്ങൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം പൗലോസിന് കൃപ കൊടുത്തു. അതിൽ 14 ആദ്യ ലേഖനമാ തുടങ്ങുന്നത് റോമിലെ വിശുദ്ധന്മാർക്കായി. റോമിലെ വിശുദ്ധന്മാരെ എന്നും പറഞ്ഞ് തുടങ്ങുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് 13, 7, 8 അധ്യായം മുതൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയുടെ ചാലുകളെ പൗലോസ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. 8 അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. 9 അധ്യായത്തിൽ യഹൂദൻ ലോക രാജ്യങ്ങൾ ചിതറുമെന്ന് പൗലോസ് പറയുന്നു. 10 അധ്യായത്തിൽ കാൽവറിയിൽ കൂടിയുള്ള രക്ഷ എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുക. അതാ 10 അധ്യായത്തിലേക്ക് പൗലോസ് വരച്ച് കാട്ടുന്നു. അതിനുശേഷം ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റെ ഉയർത്തെഴുന്നേറ്റ് ക്ലിയർ ആയിട്ട് അതിനെഴുതുക. 11 അധ്യായം യഹൂദൻ മടങ്ങി വരും. അതടുത്ത് ഇവിടെ കള്ളിമൂടിലങ്ങാണ് പ്രസംഗിക്കാം. റോമാലേഖനം 11:15 ദ റിജക്ഷൻ ഓഫ് ഇസ്രായേൽ, ദ കാസ്റ്റിംഗ് ഓഫ് ഇസ്രായേൽ, ദ ആദറൈസേഷൻ ഓഫ് ഇസ്രായേൽ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. ക്ലിയർ. അതായിരിക്കും ഇവിടെ പ്രസംഗിക്കുന്ന കളിമൂട്. യഹൂദനും തിരിച്ചു വരവ്. 12 അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുകൂടെ പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. 12:1 സഭയിലെ സഹോദരന്മാർ വായിക്കാവ്. ദൈവദാസന്മാര്, സഹോദരന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്നിന്ന പ്രകാരം ദൈവസഭയെ ഉദ്ബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക. അത് റോമാലേഖനം 12, റോമാലേഖനം 13 ആരാധിക്കുന്നവനെ ചേർക്കുവാൻ കർത്താവ് എപ്പോൾ മടങ്ങി വരും. അതാ മകൾ വായിച്ചത്. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കൽ. എന്ത് ചെയ്യേണ്ടത്? ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നത് കൊണ്ട് സമയത്തെ അറിയാൽ രാത്രി കഴിവാറായി പകലടുത്തുപോയി. കിളിയൂരിലെ ദൈവമക്കള് ഇരുട്ടിന്റെ ആയുധവർഗങ്ങളെ മാറ്റി വെളിച്ചത്തിന്റെ സർവായുധവർഗത്തെ ധരിച്ചുകൊണ്ട് പ്രിയന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കാം. ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഈ 2 ദിവസത്തെ പ്രഭാഷണം. അങ്ങനെയെങ്കിൽ സുന്ദരമായി ഈ ലോകത്തെ നോക്കി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, ലോകം അസ്തമിക്കാറായി, കാന്തൻ വരാറായി. എന്താ ഇതിന്റെ പരിണത ഫലങ്ങൾ? അതിനോടനുബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ 3 ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. റോമാലേഖനം തൊട്ടുവച്ചെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട കാതലായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ഒരു പ്രഭാഷണമുണ്ട്. അതാ മത്തായി 24. അതിനെ ബൈബിൾ പഠിതാക്കൾ വിളിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഒലിവുമല പ്രഭാഷണം, അല്ലെങ്കിൽ എസ്കറ്റോളജി, ദ സെർമൺ ഓഫ് ദ മൗണ്ട്. വി ആർ സേയിങ് ഇൻ ദ ഇംഗ്ലീഷ് ഇന്റർപ്രിട്ടേഷൻ ഗിവിംഗ് ദ സെർമൺ ഓഫ് ദ മൗണ്ട്. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ശ്രദ്ധയോടെ ഇരിക്കണമേ. മത്തായി 24:1-2 യഹൂദന്റെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളുകൾ.
ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. അതിൽ ഓശാന പെരുന്നാളിൽ യേശു ദൈവാലയത്തിനകത്ത് വന്നു. ഇസ്രായേൽ മക്കൾ അതിനകത്ത് ആരാധനയുടെ മധ്യപ്രഭാഷണത്തിന് സമയം കൊടുത്തു. ഓശാന പെരുന്നാൾ കഴിഞ്ഞപ്പോൾ യേശു ദൈവാലയത്തെ നോക്കി. ഇതുകൊണ്ടായിരിക്കും ഇന്നത്തെ രാത്രിയിലെ പ്രഭാഷണം അവസാനിക്കുന്ന ബാക്കി നാള്. അപ്പോൾ ഈ ദൈവാലയത്തെ നോക്കുന്നു. ഒന്നാമത്തെ യഹൂദന്റെ ദേവാലയം സമാഗമന കൂടാരം കതിരമരം കൊണ്ട് മരുഭൂമിയിൽ മോശയാൽ അടിക്കപ്പെട്ട അടുക്കുപണിയായി പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം അത് പോയി. രണ്ടാമത് ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു, ശലോമോൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറുനോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവന്റെ ദൈവം നീക്കുമുള്ളത്. ദൈവത്തിന്റെ സാന്നിധ്യം അതിനകത്ത്. BC 606 ഒരു സംഭവം നെബൂഖദ്നേസർ തകർത്തു. വീണ്ടും ആലയം വേണോ? പുറവിജാതീയനായ ഒരുവനെ ദൈവം തെരഞ്ഞെടുത്തു. യെശയ്യാ 45 കോരശ്, യസ്ര, നഹമ്യാവ്, സെരബാബേലിനാൽ ആലയം പണിതു. കൃത്യമായി വചനം കേൾക്കണം. അവസാനം ഈ ആലയത്തിൽ നിർത്തുമ്പോൾ അത് മനസ്സിലാവും. അതിനുശേഷം ഈ ആലയം മാറില്ല. പടപട ഭരണകൂടങ്ങൾ മാറി. രാത്രി ദർശനത്തിൽ സമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ പ്രവചനം. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. 1 തല തങ്കം കൊണ്ട് ബാബേൽ നെബൂഖദ്നേസർ, 2 നെഞ്ചും കയ്യോ മേദ്യ പാർസ്യ, അത് കഴിഞ്ഞിട്ട് അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, കാലിന്റെ തുടയായ ഇരുമ്പായ 2 ഭരണാധികാരികൾ വന്ന്. 1 ഏദോമിന്റെ കൈസറായ ഹേരോദാവ്, 2 പീലാത്തോസ്. ആ കാലഘട്ടത്തിൽ ദേവാലയം 46 വർഷം കൊണ്ട് പുനർക്രമീകരിക്കുന്നു. ദൈവാലയത്തിന് പുറത്തിറങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തൂക്കുവിളക്കുകളും രമ്യകർമ്മങ്ങളും എല്ലാം അവിടെ കാണുന്നു. ഉടനെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ആലയത്തിന്റെ പണിയെല്ലാം അങ്ങ് കാണുന്നില്ലയോ? എന്റെ യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. പറഞ്ഞു തേടി 30 അവസാനം അതിലേക്ക് മടങ്ങി വരാം. AD 70 ടൈറ്റസ് എന്ന ചക്രവർത്തി ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്ന് ഈ ദൈവാലയം തകർത്തു. ഇന്ന് ലോകത്തിലെ അന്താരാഷ്ട്ര വിഷയമാണ് യഹൂദനാലയമില്ല. അങ്ങനെ ഒരു ആലയം വരുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി കൺവെൻഷൻ ഇവിടെ. അതിനുശേഷം വൈകിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ മിക്ക ഭാഗങ്ങളും ഒന്നുകിൽ ഗദസമന അല്ലെങ്കിൽ ഒലിവുമല. മത്തായി 24 3, 4, 5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവേ, പല പ്രഭാഷണങ്ങൾ നാഥന്റെ അരുൾ മൊഴികൾ ഞങ്ങളുടെ കർണപുടത്തിൽ പല കാലങ്ങളിലും കേട്ടു. എന്നാൽ പതിവിന് വിപരീതമായി ഇന്ന് പള്ളിക്കകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം, യുഗാന്ത്യ സംഭവം, കനകാംബീര്യമുള്ള പ്രഭാഷണം, അങ്ങയുടെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം. മത്തായി 24 3, 4, 5 ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ പ്രഭാഷണം ശിഷ്യന്മാരല്ല, പ്രവാചകന്മാരല്ല, ലേഖകന്മാരല്ല. യേശു പറഞ്ഞു 4 കാര്യങ്ങൾ. മത്തായി 24 32 33 34 35 അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ കാട്ടാക്കടയും കിളിയൂരിലുമുള്ള ദൈവമക്കൾ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കലായി. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിന്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. നമ്മൾ വെള്ളറുടെ സ്കൂളിൽ അല്ലെങ്കിൽ ആറാട്ടുവഴി കോളേജിലിരിക്കുന്നവർ ഇന്ന് രാത്രി വചനത്തിലേക്ക് കടക്കാം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ 4 ചാലുകൾ ഉലകത്തിൽ. 1 അത്തിയാകുന്ന ഇസ്രായേൽ. അതുകൊണ്ട് ഇന്ന് രാത്രിയും ഭാരമുള്ളൊരു കല്ലായി അവൻ മുൻപോട്ട് പോവുക. ഇത് 2 ദിവസം ആയതുകൊണ്ട് ആ ഇസ്രായേൽ ഞാൻ തൊടാത്തത്. കഴിഞ്ഞ 3 ദിവസവും അല്ലെ 4 ദിവസമാണോ? അത് എവിടെ തുടങ്ങിയെന്നറിയാമോ? ഭാരമുള്ളൊരു കല്ലായി മാറുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി മുതൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഒക്ടോബർ 7-ാം തീയതി മുതൽ എന്താ? ഹമാസ് ഇസ്രായേൽ സംഘടന ഏകദേശം ഗാസ സ്ട്രിപ്പ് 374 കിലോമീറ്റർ അവന്റെ കയ്യിലാക്കി കഴിഞ്ഞു. ആ കയ്യിലാക്കിയ ഗാസ സ്ട്രിപ്പിന് ശേഷം ഇപ്പോൾ ലെബനോനിൽ അവൻ ആക്രമണം നടത്തുന്നു. അതിനുശേഷം സിറിയയെ അവൻ ആക്രമിക്കുന്നു. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് മാത്രമല്ല ഇസ്രയേലിനകത്ത് ആക്രമണം നടത്തിയത്. അതിനകത്ത് യമനിലെ ഹൂത്തി വിമതരുണ്ടായിരുന്നു, ഹിസ്ബുള്ള ഉണ്ടായിരുന്നു, അഫ്ഗാനിലെ IS ഉണ്ടായിരുന്നു, തുർക്കിക്കാരനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഇതൊരു തുടക്കം മാത്രമാണ്. അത് കണ്ടോ, ഇപ്പൊ ഗാസയെ അടിച്ചൊതുക്കിയതിന് ശേഷം ലെബനോനെ ഒരു സൈഡിലാക്കി, സിറിയാക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഹൂത്തി വിമതരുടെ മണ്ടയ്ക്ക്
സൗദിയോട് ചേർന്ന് ഒറ്റ രാജ്യത്തോട് ചോദിക്കാതെ ഇസ്രയേൽ ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തി കഴിഞ്ഞു. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ എത്ര ക്ലിയറായ ചമാമേ. ഇന്ന് രാത്രി പണം യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്ക്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ മലയാള പത്രം വായിച്ച കുഞ്ഞുങ്ങൾ പറയും, അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. ഒറ്റ ദിവസം പോലും പത്രത്തിൽ വാർത്തയില്ല, എല്ലാ ദിവസവും ഇസ്രായേൽ. അങ്ങനെ കിളിയൂരിലെ ദൈവമക്കൾ ഇവിടെ കാണുമ്പോൾ ലോകത്തിന്റെ ഭരണം ഒരു മനിലേക്ക്. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകൂടി നടക്കുമ്പോൾ ഡൽഹിയിൽ ഒരു കാര്യം പറഞ്ഞു, ആനേവാല ദിന്നെ അപ്പന ഹുക്കൂമത്ത് ഏക് ആദ്മി കോ ദിയേഗാ അച്ഛാ ഹൈ. അർത്ഥം, ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ലോകം ഒരുവന്റെ കൈ കൊടുത്താൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ, നിപ്പ വരട്ടെ, ചിക്കൻ ഗുനിയ വരട്ടെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന പിന്നെ ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, ഓട്ടോ നെർവസ് സിൻഡ്രോം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വാക്സിനും റേഷനും അരിയൊക്കെ കൊടുക്കുവാൻ ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാം. അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാർ അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയി. 7000 കോടി. അന്ന് ചാനലുകാർ മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അദ്ദേഹം അവിടെ എന്ന് പറയാ, ആനേവാല ദിന്നെ അപ്പന ദുനിയാക്കോ ബർക്കത്ത് ശാന്തി സമാധാൻ കേലിയെ ഏക് ആദ്മി ഹുക്കൂമത്ത് മേ ബൈഠേഗാ തോ അച്ഛാ ഹൈ. ഒരുവൻ ഭരണത്തിലിരുന്ന ഏറ്റവും നല്ലതായിരിക്കുന്നു. സ്വോത്രം. വഴി ഒരുങ്ങി അമ്മമ്മയെ സ്വോത്രം. MLA വരുന്നതിന് മുമ്പ് പൈലറ്റ് വാഹനം വരുന്നത് പോലെ, മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പിട്ട് വെള്ളറ CI വരുന്ന പോലെ രാജ്യക്കാർ മുഴുവൻ ഒരു ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതാ യേശു പറഞ്ഞു, ഒരു സ്ഥലത്ത് ഇസ്രായേൽ കഠിനമായി മുറിവേൽക്കുക, അപ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ ഒരു ഏകലോക ഭരണം. അതിനോടനുബന്ധിച്ച് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പ്രപഞ്ചത്തിലെ ലക്ഷണങ്ങൾ മാറും, ഒരു മതം ഇവിടെ രൂപീകരണപ്പെടും. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ന് രാത്രി. 1 യഹൂദനും ഇസ്രായേലിന്റെ ദേവാലയവും, 2 പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങൾ. ഇത് മാത്രം ഇന്ന് രാത്രി, ബാക്കി നാളെ രാത്രി. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിലെ മത്തായി 24 വരാൻ പോകുന്ന കാലത്തിൽ യേശു പറഞ്ഞ ഒലിവുമല പ്രഭാഷണം, അതിനോടനുബന്ധിച്ച് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന്റെ ഒരു ഭാഗം ചുരുളായി കൊടുത്തു. ഇനിയുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, വെളിപ്പാട് 2, 3 ആസിയയിലെ 7 സഭ, വെളിപ്പാട് 4 സഭ ഇവിടില്ല. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ. പലരും പറയും സഭ ഇവിടെ കിടക്കുമെന്ന്. വെളിപ്പാട് 4 കഴിഞ്ഞാൽ ഇവിടെ 4 കഴിഞ്ഞാൽ സഭയില്ല. പിന്നെ സഭയെ കാണുന്നത് വെളിപ്പാട് 19:7 കുഞ്ഞാടിന്റെ കല്യാണവും വന്നു തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് സഭയെ കാണാനേ ഇല്ല. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്? നീ അറുക്കപ്പെട്ടു, ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്ന് നിന്റെ രക്തത്താൽ അനവധി പേർ രക്ഷയിലേക്ക് കടന്നുവെങ്കിൽ കുഞ്ഞാടേ, പുസ്തകം തുറപ്പാൻ നീ യോഗ്യൻ. വെളിപ്പാട് 6 ദൈവസഭ എടുക്കപ്പെട്ടാൽ വരാൻ പോകുന്ന കാലം. ശ്രദ്ധയോടെ വിശുദ്ധ ബൈബിൾ 31,171 വാക്യങ്ങളിൽ 10 യുഗങ്ങളുണ്ട്. 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമശ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കല്പ യുഗം, 6 കൃപായുഗം. കൃപായുഗം എവിടെ തുടങ്ങി? വെള്ളറുടെ ആത്മീയ മന്നേലല്ല, പാളയം CSയുടെ കോമ്പൗണ്ടിലല്ല, പുനലൂരിലെ AGയുടെ കോമ്പൗണ്ടിലല്ല, അല്ലെങ്കിൽ കുമ്പനാട് ഗ്രൗണ്ടിലല്ല. ഏതാ കൃപായുഗം തുടങ്ങിയത്? പെന്തക്കോസ് പെരുന്നാളിൽ. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുക. അപ്പോസ്തല പ്രവൃത്തി 2 ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. 40 ദിവസം അവർക്ക് പ്രത്യക്ഷരായി. 40-ാം ദിവസം ഒലിവുമലയിൽ തന്റെ മക്കളെ കരം വെച്ച് അനുഗ്രഹിച്ചു. യേശു ഹല്ലേലൂയ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ മേഘത്തട്ടുകളിൽ എടുത്തപ്പെട്ടു. ഉസ്നെ ചലാകിയ പരമേശ്വർ ക മഹിമാമേ. അവൻ പോയി 10 ദിവസം സിയോൻ മാളിക മുറിയിൽ ഏകദേശം 120 പേർ കരഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് പ്രവചനത്തിന്റെ നിവർത്തി. അതാ യോവേൽ പ്രവചനമാ. പെന്തക്കോസ് പെരുന്നാൾ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരം പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും കീഴഭൂമിയിലും പുകയാവിയും തീമക്കാലും നാഥന്റെ നാമം വിളിച്ചപേക്ഷിച്ചവർ രക്ഷിക്കപ്പെടും. സ്വോത്രം. അതിന്റെ പേരാ കൃപായുഗം. അപ്പൊ സഭ ആരംഭിച്ചത് പ്രസിഡന്റിലല്ല, സഭ ആരംഭിച്ചത് സെക്രട്ടറിയിലല്ല, സഭ ആരംഭിച്ചത് കാണിക്കപാത്രത്തിലല്ല, സഭ ആരംഭിച്ചത് ഉപദേശിമാരല്ല, പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ടത് ദൈവസഭ. ഈ പരിശുദ്ധാത്മാവ് നിലനിൽക്കുമ്പോൾ തന്നെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അതുകൊണ്ട് കോരിന്ത്യ ലേഖന പൗലോസ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു, പൂർണ്ണമായത് മധ്യാകാശത്തിൽ വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടും. എത്ര ക്ലിയർ
ക്ലിയർ ബൈബിൾ. ആ യുഗത്തിന്റെ പേരാ കൃപായുഗം. ഇതിനെ വെച്ചിന്ന് പല ചെറുപ്പക്കാരും ഈ സുവിശേഷത്തെ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് വചനമില്ലാത്ത സുവിശേഷമാ. ഇന്ന് രണ്ട് കാര്യങ്ങളെ സുവിശേഷത്തിലുള്ളത്. ഒന്ന് ഫയറ്, രണ്ട് പവറ് സമം പെന്തിക്കോസ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഒന്ന് ഫയർ, അടുത്തത് പവർ സമം പെന്തിക്കോസ്. സ്വോത്രം. അതിനൊരു കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട്. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേരുന്ന വെള്ളം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. H2 പോയ വെള്ളം, H2O ഒന്നും ചേരുന്ന. ഇന്നത്തെ പെന്തിക്കോസ് ഒന്ന് ഫയറും രണ്ട് പവറും. നിങ്ങളെല്ലാം ന്യായവിധിക്കകത്ത് വീണു പോകും മക്കള്. ഇതിനകത്തുനിന്ന് മാറണം. എന്താ സംഭവം എന്നറിയാമോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അത് ദൈവശക്തി. അല്ലാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഫയറും പവറും നടത്തിയാൽ നീ ഇവിടെ കടന്നു പോകും. സ്വോത്രം. ആത്യന്തികമായ ലക്ഷ്യം പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം ഭോഗങ്ങൾക്ക് പരിഹാസികൾ. അതിനിടയ്ക്ക് തമിഴ്നാട്ടുകാരെ ഭാഷയെ പറഞ്ഞ് ഈ 30-32 വയസ്സുള്ള ചില വാലിബന്മാർ ഇപ്പൊ കേറിയിട്ട് പറയും ഞങ്ങളാ പ്രോഫറ്റ്, ഞങ്ങളുടെ അധികാരം. എൻ്റെ പൊന്നു കുഞ്ഞൻ, നീ പ്രോഫറ്റ് ആവുന്നതിന് മുമ്പ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ് പെരുന്നാൾ യോബേലിന്റെ പ്രവചന പ്രകാരം സെഗിയോൻ മാളിക മുറിയിൽ ഇറങ്ങിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്വോത്രം. അതിനെ തെറ്റിച്ചുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പവറും പയറെന്ന് പറയുന്ന കൂട്ടത്തിൽ പോയാൽ നിങ്ങൾ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പോകുക. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. ഒന്ന്, ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 2, ഇവിടെ ഒരു അന്തിമ യുദ്ധം നടക്കും. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അന്തിമ യുദ്ധം. കള്ളിമുടിലങ്ങാണ്ട് നമുക്ക് പ്രസംഗിക്കാം. അത് കഴിയുമ്പോൾ ലോകം ഒരുവൻ ഭരിക്കേണ്ടി വരും. ഈ ലോകഭരണമാ വെളിപ്പാട് 6ലേക്ക് വരുന്നത്. വെളിപ്പാട് 6 ദൈവസഭ എടുക്കപ്പെട്ടാൽ കുഞ്ഞാട് മുദ്രകളിൽ നിന്ന് പൊട്ടിക്കുന്നു. നാളെ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വെളിപ്പാട് 6:1-2 ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിപ്പാനായും ജയിക്കാനായും പുറപ്പെട്ടു. ഒരു കിരീടം അവന് ലഭിച്ചു. അവൻ്റെ പേരാ എതിർ ക്രിസ്തു, ക്രിസ്തുവിനെതിരായി വരുന്നവൻ. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, വചനം പഠിക്കണം. യോഹന്നാൻ 14:30 ഇനി ഞാൻ അധികം നിങ്ങളോട് സംസാരിക്കയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് യാതൊരു കാര്യവുമില്ല. വചനം ക്ലിയർ ആയിരിക്കണം. യേശുവിനോട് അവന് കാര്യമില്ലെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച നമ്മളോട് എന്ത് കാര്യം? സ്വോത്രം. അതിനു മുമ്പ് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടും. സ്വോത്രം. എത്ര ക്ലിയർ ആണെന്നറിയാമോ ബൈബിൾ? 2, നാളെ നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് 6:3-4 കുഞ്ഞാട് മുദ്രകളിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ രണ്ടാമത്തെ കുതിര, ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ അവൻ്റെ കയ്യിൽ ഒരധികാരം കിട്ടുന്നു. അതിനുശേഷം 3 വെളിപ്പാട് 6:7-8 ഞാൻ മൂന്നാമതൊരു കുതിര, മഞ്ഞക്കുതിരയെ, കറുത്ത കുതിരയെ കണ്ടു. അതിന് ക്ഷാമം എന്ന പേർ. ക്ഷാമത്തിൻ്റെ ഒരു തുലാസവന്റെ കയ്യിൽ. നാളെ ചിന്തിക്കാം. 4ാമത്തെ സംഭവമായി 5 വെളിപ്പാട് 6:7-8 അതിനകത്ത് 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കാണുന്നു. ആ മഞ്ഞക്കുതിരയുടെ തുടക്കമാ ഇന്ന് കേരളത്തിൽ സഭ എടുക്കപ്പെട്ടില്ല, സാമ്പിൾ തുടങ്ങി. അതിൻ്റെ പേര്, അതിന് മരണമെന്ന് പേർ. ആ മരണമാ ക്ലോറോക്സ്. ആ ക്ലോറോക്സിന്റെ തുടക്കമാ എൻ്റെ അച്ചായ അമ്മാമ്മ പോയ നിപ്പ തിരിച്ചു വന്നു. അമീബ മെനിഞ്ചൈറ്റിസ് തിരിച്ചു വന്നു. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര കോളറ തിരിച്ചു വന്നു. അതിനുശേഷം ഇപ്പൊ ഏതൊക്കെ പനി വരുന്നറിയില്ല. വെസ്റ്റ് നൈൽ പനി തിരിച്ചു വരുന്നു, എലിപ്പനി വരുന്നു. ആലപ്പുഴയെ താറാവിനെ കൂട്ടിയിട്ട് കൊല്ലുന്നു. സ്വോത്രം. അത് കഴിഞ്ഞ് കോടിപ മുഴുവൻ കൊല്ലം കേരളം സംസ്ഥാനം തയ്യാറെടുക്കുന്നു. എന്തിനു വേണ്ടി? ഏതാ? മനുഷ്യൻ വിറങ്ങലിച്ച് മരിക്കും. അതാ മഞ്ഞ കുതിര. ക്ലോറോസ്. കോവിഡൊന്നുമല്ല. വാളും ക്ഷാമവും കാട്ടുമൃഗങ്ങളും കാലാംശത്തിൽ അവൻ അധികാരം. 5ാമത്തെ ഭാഗം യാഗപീഠത്തിൻ്റെ അറുക്കപ്പെട്ട ആത്മാക്കളെ കണ്ടു. കൈമേലും നെറ്റിമേലും മുദ്രയാക്കാതെ കുഞ്ഞാടിന്റെ സാക്ഷ്യവും വചനവും. അതിനോടനുബന്ധിച്ച് അവരെ നിത്യതയിൽ കാണാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വെളിപ്പാട് വചനം കൂടെ എടുത്തോണം. വെളിപ്പാട് 20:4 സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ പ്രകാശപൂരിതനായ സ്മരണയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എഴുതുന്നു. ന്യായാസനങ്ങളെ തുറന്നു. ആ ന്യായാസനങ്ങളെ തുറന്നപ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരവും സാക്ഷ്യവും നിമിത്തം ഛേദിക്കപ്പെട്ടവർ ദൈവസന്നിധിയിൽ കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാതെ ദൈവത്തിന്റെ കൂടെ നടന്ന് വചനം കേട്ടവർ 1000 ആണ്ട് വാണു. കരമുയർത്തുന്നവർക്കായി. അതിന്റെ പ്രത്യേകത പ്രസംഗിച്ച ദിവസമെടുക്കുക. അതുകൊണ്ട് ദൈവസഭ എടുക്കപ്പെടുന്നതിനോടൊപ്പം എതിർ ക്രിസ്തുവിന്റെ മുദ്രയും പ്രതിമയും ഇവിടെ വരും. അത് കൈക്കൊള്ളാത്തവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാണു. വെളിപ്പാട് 20:4 ന്യായാസനങ്ങളെ തുറന്നു. അങ്ങനെയെങ്കിൽ 6ാമത്തെ അധ്യായമോ കഴിഞ്ഞ ചില ദിവസങ്ങളായി കേരളത്തിൽ മഴയ്ക്ക് മുമ്പ് നടന്നത്. വെളിപ്പാട് പുസ്തകം 6:12-13 4 ഇമ്പോർട്ടന്റ്
സയൻസ് ഇന്ന് രാത്രി നിങ്ങളോട് വെളിപ്പെടുത്തി തരാം. ഇനി ഇവിടെ എന്ത് സംഭവിക്കുക? കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതോടൊപ്പം തന്നെ മത്തായി 24-29-30 വായിക്കത്തില്ല. നിങ്ങളും ആ വാക്യം രണ്ടും കമ്പാരിസൺ സ്റ്റഡി ആയിട്ട് എടുക്കണം. നമ്മൾ വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1, 2, 3, 4, 5 ഞങ്ങളോട് ഞാൻ ക്ലിയർ പറഞ്ഞു. 1 വെള്ളക്കുതിര, 2 കറുത്ത കുതിര, 2 ചുവന്ന കുതിര, 3 കറുത്ത കുതിര, 4 മഞ്ഞക്കുതിര, ക്ലോറോസ് ഇപ്പോഴത്തെ പനി, 5 കൈമേലും നെറ്റിമേലും മുദ്രയെക്കാത്തവരോട് യാഗപീഠത്തിന് അറക്കപ്പെട്ട ആത്മാക്കൾ. 6 ഈ പ്രപഞ്ചത്തിനുണ്ടാകുന്ന മാറ്റം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വായിച്ചിട്ട് മോളെ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി. അടുത്ത വാക്ക് അത്യവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം. അടുത്ത വാക്കൂടെ പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. കഴിഞ്ഞ ദിനങ്ങളിൽ കേരളത്തിൽ ഈ മഴയ്ക്ക് മുമ്പ് നടന്ന സംഭവം, വടക്കേ ഇന്ത്യയിൽ നടന്ന സംഭവം, പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ഉണ്ടാകുന്ന മാറ്റം. നൗ ടൈം വി ആർ ഗോയിങ് ടു സയൻസിലേക്ക് പോകാം. വിശുദ്ധ ബൈബിളിലെ 5 ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം, സംഖ്യ, ലേവ്യ, മോശയാൽ ചമയ്ക്കപ്പെട്ടത്. ഉൽപ്പത്തി 1 തുടങ്ങുമ്പോൾ ആദിക്ക് പിൻപിൽ ഒരു മലയാളം വാക്കുണ്ട്, അനാദിയിൽ. ആ ദൈവ ദൂതന്മാരെ സൃഷ്ടിച്ചു. സ്വോത്രം. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന്മീതെ പരിവർത്തിച്ചു. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിന്റെ പേരാ കാസ്മോസ്. ആ കാസ്മോസ് ആകുന്ന ഭൂമിയാ ആദ്യത്തെ സൃഷ്ടി. ഉൽപ്പത്തി 1. അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് വാഴുവാൻ 4 സയൻസ് ഇപ്പോൾ കേരളത്തിൽ നടന്ന് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തി തരാം. എന്താ? ആ ഭൂമിക്ക് വേണ്ടി വാഴുവാൻ, പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. ഉൽപ്പത്തി 1:16. കുഞ്ഞു വായിക്കത്തില്ല, ബൈബിൾ കൂടെ വെച്ചോടാ. ഉൽപ്പത്തി 1:16. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് ഉദിക്കുകയും വൈകിട്ട് 6 മണിക്ക് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യന്റെ വിഭാവനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക ദൂരം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ വ്യക്തതയോടെ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക ദൂരം 15 കോടി കിലോമീറ്റർ. സൂര്യന്റെ പ്രത്യേകത, സൂര്യനകത്ത് 3 ഘടകമുണ്ട്: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. നമ്മുടെ വീട്ടിൽ സഹോദരി തേങ്ങയെടുത്താൽ 3 ഭാഗം കിട്ടും. തൊണ്ട് കിട്ടും, ചരണ്ട കിട്ടും, തേങ്ങാപ്പൂള് കിട്ടും. അതുപോലെ സൂര്യനകത്ത് 3 ഘടകം: പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഈ കൊറോണയ്ക്കകത്ത് കത്തുന്നൊരു വാതകം. പഠിക്കുന്ന മക്കൾ ശ്രദ്ധയോടെ PSC വരുന്നതാ കൊറോണൽ മാസ് എജക്ഷൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നതാ. ഭൂമിക്ക് പ്രകാശം. വിശുദ്ധ ബൈബിൾ. പകൽ വാഴുവാ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഇന്ന് രാത്രി നമ്മുടെ സഹോദരൻ ബിജു സൗണ്ട്സ് വിട്ടിരിക്കുന്നു. അവരിവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ പിൻപിൽ കിളിയൂരിൽ ഒരു ജനറേറ്റർ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സൂര്യനകത്തുനിന്ന് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതിന്റെ പ്രകാശം 7 തട്ടുകളിൽ കൂടി ഭൂമിയിലേക്ക് പതിക്കോ. ആ പ്രകാശമാ CME, കൊറോണൽ മാസ് എജക്ഷൻ. ബൈബിൾ. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. ആകാശത്തിന്റെ തട്ട്: 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. കരം ഉയരുന്നില്ലല്ലോ ചായ. സ്വോത്രം. ഇത് വെള്ളറടയും ചെമ്പൂരും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇന്നത്തെ +2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പണ്ടത്തെ അപ്പച്ചന്മാർ വെള്ളറട പരസ്യത്തിൽ റോഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു: ആകാശത്തിൻ ശക്തി ഇളകാറായി, കർത്താവ് വരാറായി. സ്വോത്രം. ഒരു ഫിസിക്സും ജോഗ്രഫി എടുത്തില്ല. വചനം വായിക്കുന്നവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കൃപ കൊടുത്തിട്ട് അപ്പച്ചന്മാർ റോഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ആകാശത്തിന്റെ ശക്തി ഇളകാറായി. സഹോദരൻ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആകാശത്തിലെ ശക്തികൾ ഇളകി വരും. അന്ന് കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. സ്വോത്രം. ഇന്ന് അങ്ങനെ വല്ലവരുമുണ്ടോ? അങ്ങനെയെങ്കിൽ എന്താ ഈ ഓസോൺ ലെയർ? ഇന്ന് രാത്രി കൃത്യമായി വചനം കേൾക്കണം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഏകദേശം 1.25 കോടി 1,75,000 കിലോമീറ്റർ ഓസോൺ ലെയർ കീറിക്കഴിഞ്ഞു. അതിനിന്ന് പേരിടുന്നു ആഗോള താപനം. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെന്റിഗ്രേഡ്. കഴിഞ്ഞ ഹല്ലേലൂയ മഴ അടിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം വെള്ളറടയിൽ 36, പാറശാലയിൽ 38, പുനലൂരിൽ 42, പാലക്കാട് 42. ഭൂമി ചുട്ടുപൊള്ളുന്നു. എല്ലാ പത്രങ്ങളിലും വാർത്ത. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതൊരു സാമ്പിൾ വെടിക്കട്ട. അന്ത്യകാലത്ത് ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിന്റെ പേരാ സോളാർ റേഡിയസ്. ഇന്ന്
രാത്രി നിങ്ങൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഇനി ഒരു സംഭവം ഇവിടെ വരാൻ പോകും, നല്ലവരെ ശ്രദ്ധിക്കണം. ഇന്ന് വരെ ശാസ്ത്രം പുറത്തുവിട്ടില്ല, കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഇനി സൂര്യനിൽ നിന്നൊരു കാറ്റടിക്കാൻ പോകുന്ന സോളാർ വിൻഡ് സ്ട്രോങ്. ആ കാറ്റടിച്ചാൽ ഇവിടുത്തെ കിളിയൂരുകാർ കേൾക്കണം, നിങ്ങളുടെ വീട്ടിൽ സോളാർ വിൻഡ് സ്ട്രോങ് അടിച്ചാൽ ഒറ്റ മൊബൈൽ അനങ്ങത്തില്ല. അർത്ഥം ഈ ടവറിനകത്ത് സിഗ്നൽ സോളാർ വിൻഡ് സ്ട്രോങ് കട്ട് ചെയ്യും. 2, നിങ്ങളുടെ വീട്ടിന്റെ മേലെ കുട വെച്ചിട്ടുണ്ട്. എയർടെലിന്റെ കുടയുണ്ട്, വീഡിയോകോണിന്റെ കുടയുണ്ട്, അത് കഴിഞ്ഞിട്ട് സൺ ടി വിയുടെ കുടയുണ്ട്. ആകാശത്തിൽ നിന്ന് ഒരു സിഗ്നലും വരത്തില്ല. അമ്മാമ്മ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്കായിട്ട് ഇങ്ങനെ നടന്ന് കുത്ത് കറങ്ങുന്നു. സ്വത്രം. 3-ാമത്തെ കാര്യം, ഇലക്ട്രിക് കാർ മേടിച്ച അച്ഛന്മാർ ഇപ്പോഴേ സൂക്ഷിച്ചോ. സോളാർ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി അനങ്ങത്തില്ല, വേസ്റ്റ് ആകും പൈസ. സ്വത്രം. വരാൻ പോകുന്ന സോളാർ വിൻഡ് സ്ട്രോ. ഇപ്പോൾ നാസ പറയുന്നു ഇനി അടിക്കാൻ പോകുന്ന തീക്കാറ്റ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ കൊന്നുകളയും സോളാർ വിൻഡ് സ്ട്രോ. അതിന്റെ പ്രത്യേകത ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ കനാൻകാർ ലൈവ് കൊടുക്കുന്നു, കേട്ടോണം. പ്രപഞ്ചം ചുട്ടുപഴുത്ത ചെറിയ ഗോളമാകും കിടക്കുന്നു. ദൈവം വെച്ച 17 മാറി ചൂട് കൂടി. ഇവിടുത്തെ കിളിയൂരിലെ അമ്മാമ്മ അഭിലേഷുണ്ട് ഉണ്ടാക്കുന്നത് പോലെ പ്രപഞ്ചം ചുട്ടുപഴുത്ത ചെറിയ ഗോളകമാകും. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസം, മാർച്ച് മാസം, മെയ്യുടെ പകുതി വരെ കേരളം കണ്ട ഒരു വാർത്തയുണ്ട്. സൂര്യാഘാതം, മനുഷ്യൻ മരിച്ചു വീണു. കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ പത്രങ്ങളിൽ മുഴുവൻ വന്നു. ഇനി ഞാൻ ബൈബിളിലേക്ക് എടുത്തുതരാം. സോളാർ റേഡിയേഷൻ പലരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറയും ഉപദേശിച്ച് പേടിപ്പിക്കുകയല്ലോ. ഇത് മലയാളം വാർത്ത, ഇംഗ്ലീഷ് അല്ല. കനാനിൽ ബ്രദർ ജേക്കബ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദാണ്ട് സൂര്യാഘാതം. ഒരു ദിവസം കേരളത്തിൽ 3 പേർ, 3 പേർ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ മരിച്ചു വീണു. തീവ്രവാദിയല്ല, സൂര്യാഘാതം. എവിടെ? പാറശാല പരശുവയ്ക്കൽ 52-കാരൻ രാജുചേട്ടൻ നിലത്തി വീണുപോയി. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ സോളാർ റേഡിയേഷൻ. കുന്നിക്കോട് ജോൺസൺ 49-കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാടത്ത് പണിയെടുത്തവനും വീണു. അതിനുശേഷം കിടക്കുന്നു വടകര, കോഴിക്കോട്, മലപ്പുറം ക്യൂവിൽ നിന്നത് വരെ വീണ് മരിച്ചു. സോളാർ റേഡിയേഷൻ എത്ര ക്ലിയറായി. പാറശാലയിൽ പോകുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ പൊള്ളൽ, അതുപോലെ പുനരൂരിൽ പോകുന്ന അമ്മച്ചാൻ്റെ അമ്മമ്മയുടെ ശരീരത്തിൽ പൊള്ളൽ. ഇത് എവിടെ നിന്ന് വരുന്നു? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്ര ദിവസം ടെലിവിഷനിൽ പറഞ്ഞു, 12 മുതൽ 3 വരെ റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം, സൂര്യനെ ഭയക്കുക. തീർന്നില്ല. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ സഹോദരി വീണ ജോർജ് എത്ര ദിവസം പറഞ്ഞു സൂര്യതാപനം. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും സ്കൂളിൽ പോകുന്ന പിള്ളേരും എല്ലാവരും കുപ്പിവെള്ളം കരുതണമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പണ്ട് കുപ്പിവെള്ളം എവിടെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പറയും അവന് തലയ്ക്കല്ല ലെവലില്ലെന്ന്. സ്വോത്രം. ഇന്ന് എല്ലാവരുടെയും ബാഗിലായി. സ്വോത്രം. പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർ വരെ പറഞ്ഞു കുപ്പിവെള്ളം. അതിൻ്റെ അർത്ഥം ജലീകരണം, നിർജലീകരണം. ചൂടടിച്ച ശരീരത്തിലെ വെള്ളം കുറഞ്ഞാൽ അച്ചായന് ഹാർട്ട് അറ്റാക്ക് അല്ല വഴി കൊഴിഞ്ഞു കിടക്കും. സ്വോത്രം. അതുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രിമാർ വരെ പറഞ്ഞു കഴിഞ്ഞു സ്കൂളിലും എല്ലായിടത്തും വെള്ളം കൊണ്ടുപോകണം. അതിനുശേഷം വെള്ളറുടെ തണ്ണീർ പന്തൽ. കരമുയരുന്നില്ലല്ലോ അച്ചായ, കണ്ടവർക്കായി. സ്വോത്രം. ഓട്ടത്തൊഴിലാളി തണ്ണീർ പന്തൽ. ചെമ്പൂരിൽ 2 കുടത്തി വെള്ളം വെച്ചേക്ക, ഫ്രീ കുടിച്ചോളാൻ. സ്വോത്രം. കാലം തീരാറായി, കാന്തൻ വരാറായി. അന്ത്യദിനങ്ങളിൽ ഇതെല്ലാം ഇവിടെ നടക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ശ്രീ അമിത്ഷായുടെ റാലി മഹാരാഷ്ട്രയിൽ നടന്നു. 12 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. അതിനുശേഷം നിങ്ങൾ വടക്കേ ഇന്ത്യ കണ്ടില്ലേ? ഡൽഹിയിൽ 100 കണക്കിന്, ഉത്തർപ്രദേശിലും അനവധി പേർ സൂര്യാഘാതത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തീർന്നില്ല. ഹാത്രസ് അവിടെ ഒരു ബോലെ ബാബ വലിയ ടെൻ്റൊക്കെ അടിച്ച് 80,000 പേരെ കയറ്റി. ബാബയുടെ കുഴപ്പമല്ല, ബാബ ബോലെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 12 മണിക്ക് റേഡിയേഷൻ ഷീറ്റിനകത്തൂടെ ഇറങ്ങി. സ്വോത്രം. എല്ലാം കൂടെ എഴുന്നേറ്റ് ഷീറ്റ് എല്ലാം കൂടെ താഴെ. എത്ര പേര് പോയി? 141 പേർ കണ്ടു. ആ സൂര്യാഘാതം കൊണ്ട് അവിടെ കലാപമല്ല. ഷീറ്റിനകത്ത് ചൂടടിച്ചപ്പോൾ ബോലയും ബാബയും കേട്ടില്ല. ആൾക്കാരും നിരക്കം തുടങ്ങി. 80,000 കയറിയിട്ട് 2 ലക്ഷം പേർ കയറി. അതിൻ്റെ മെയിൻ ഫാക്ടർ സൂര്യാഘാതം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ടോ? ഇത് സാമ്പിളെ ആയതുകൊണ്ട് വെള്ളറുടെ വണ്ടി തിരുവനന്തപുരത്തേക്ക് പോകാൻ 5 മരങ്കാലം എത്തിയതേ ഉള്ളൂ. ബാക്കി പുറകെ വരാൻ പോകുന്നു. സ്വോത്രം. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. അന്ത്യദിന സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? സഖാവ് പിണറായി പറയുന്നതിന് മുമ്പ്, വീണ ജോർജ് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിൽ കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. സോളാർ റേഡിയേഷൻ കം ഓൾ ഓവർ ദ വേൾഡ്. വായിക്കാൻ പോലെ വെളിപ്പാട് 16 വായിച്ച. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം. തീ കൊണ്ട്
മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തന്ന് അച്ചായനും അമ്മാമയ്ക്കും വെട്ടം തരുന്ന സൂര്യൻ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അത് കൊല്ലുന്ന സൂര്യനായി മാറും. തീ കൊണ്ട് മനുഷ്യനെ കൊല്ലുക. ഇന്ന് രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നതിന് മുമ്പ്, സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ബൈബിളിനകത്ത് അടുത്ത വാക്കൂടെ നാട്ടുകാർ കേട്ടാട്ടെ, മനുഷ്യൻ വായിച്ചാട്ടെ, മനുഷ്യർ അത്യുഷ്ണത്തിൽ വെന്തുപോയി. കരമുയർത്തിയാട്ടെ, സോളാർ റേഡിയേഷൻ ഇതാണ്ട് സൂര്യാഘാതം കൊണ്ട് മനുഷ്യൻ വേവുന്ന കാലം. ഇന്ന് രാത്രി ഇവിടെ സോളാർ എന്തോ, പാനൽ എന്തോ, സൂര്യാഘാതം എന്തോ, അത് കഴിഞ്ഞിട്ട് CME എന്തോ എന്ന് പറയുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എഴുതിക്കോ, അന്ത്യദിനം മനുഷ്യൻ സൂര്യനെ കൊല്ലും. ഇന്ന് രാത്രി കനാൻ ഗോസ്ബൽ ടീമിന്റെ കൺവെൻഷന്റെ പ്രഥമ രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി കിളിയൂരിലിരിക്കുന്ന ദൈവമക്കൾ പറയണോ, അന്ത്യദിനത്തിൽ ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് കരമുയർത്തിയാട്ടെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, സ്നാനപ്പെട്ട ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച നിന്നെ ചേർക്കുക. നീതി സൂര്യൻ ലോകോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉയർത്തുന്ന കാലമായി മണവാട്ടി സഭയെ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കാന്തൻ വരാറായി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുത്ത വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ സർവായുഗ വർഗം ധരിക്കുക. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. രണ്ടാമത്തെ സംഭവം, 3 സംഭവം പറയുമ്പോൾ ഇടവേള ബാക്കി 3 ബാക്കി. ഇന്ന് രാത്രി വായിക്കാം വെളിപ്പാട് 8, 10, 11. അതിന്റെ പ്രത്യേകത, സൂര്യൻ ഉറങ്ങുമ്പോൾ, ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഉൽക്ക വീഴും. വായിക്കാം വെളിപ്പാട് 8, 10, 11 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചിട്ട് കുഞ്ഞുങ്ങൾ ബൈബിൾ എടുത്താട്ടെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 8 വേഴ്സ് 10 and 11 വായിച്ചിട്ട് മോളെ. മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു. കണ്ടോ, ആകാശത്തിൽ നക്ഷത്രമുണ്ടോ? ആകാശത്തിൽ 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറയുണ്ട്. അതിന് വിളിക്കുന്ന പേരാ നക്ഷത്രം, അല്ലെങ്കിൽ ആകാശപ്പാറ. ഇംഗ്ലീഷ് സബ്സ്റ്റിറ്റ്യൂട്ടറി കൊടുക്കുന്ന അസ്റ്റോയിഡ്. അതിന്റെ ഒരു കുഞ്ഞു പീസുണ്ട്, അവന്റെ പേരാ പെരിങ്കടവിള ആലത്തൂരി പാറത്തോരി എന്ന് പറയുന്ന കുഞ്ഞു പാറ പീസിനെ വിളിക്കുന്നു. അവന്റെ പേരാ സ്ട്രേഞ്ചിലെറ്റ്. ആ കിടക്കുന്നു കുഞ്ഞമ്പീസ്. അവന് പല സ്ഥലത്തും വീഴുന്നത്. ആ സ്ട്രേഞ്ചിലെറ്റ് ഇടയ്ക്ക് അല്ലെങ്കിൽ വെള്ളടയിൽ ഒരു കിണറ്റ് വീഴുമ്പോഴാ അമ്മമ്മ പറയുന്നത്, എൻ്റെ കിണറിന്റെ തൊടി ഇടിഞ്ഞതായിരുന്നു. കൺട്രാക്ടിന്റെ കുഴപ്പമല്ല അമ്മമ്മ, അദ്ദേഹത്തെ കുറ്റം പറയുന്നത്. സ്ട്രേഞ്ചിലെറ്റ് വീണതാ. സ്വത്രം ചെമ്പൂരിൽ ഇത് വീഴുമ്പോഴാ കിണറ്റിൽ ഓരി വെള്ളം. കാറ്റാക്കടയിലെ പൊന്നമ്മ പറയും, എൻ്റെ കിണറ്റിൽ മഞ്ഞ വെള്ളം. ഇതാണ് ആകാശത്തിൽ നിന്ന് പിന്നെ ആകാശപ്പാറയുടെ കുഞ്ഞു കൊള്ളിയുടെ പേരാ സ്ട്രേഞ്ചിലെറ്റ്. എവിടെ? 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ ആകാശത്ത് പാറയുണ്ടോ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ മൊബൈലുമുണ്ട്. 2009 നോ മോർ സെലിബ്രേഷൻസ് അറ്റ് അമേരിക്ക ഇൻ ക്രിസ്മസ് 2019 ബിക്കോസ് ദ റീസൺ ഈസ് കമ്മിങ്. ന്യൂഡൽഹിയിൽ നിന്ന് 107 ആകാശപ്പാറ കത്താൻ തുടങ്ങി. ആകാശപ്പാറ ന്യൂഡൽഹിയിൽ നിന്ന് കത്തി ഞാൻ അന്തരീക്ഷത്തിൽ കൂടെ പോയി ഖജനാവടി കത്തുന്ന പോലെ. ജപ്പാന്റെ അവിടെ ചെന്ന് അമേരിക്കക്കാർ വിചാരിച്ച് ഇത് ലിബിയ വഴി ആഫ്രിക്ക പോകുന്നു. പാറയ്ക്ക് വിചാരിച്ചെന്ന് അമേരിക്കയിലോട്ട് സിഗ്നൽ ഇടാന്ന്. സ്വോത്രം. അങ്ങനെ ചെമ്പൂരിലെ വണ്ടി മാരായമുട്ടം തിരിയാതെ വെള്ളം അടയ്ക്ക് സിഗ്നൽ ഇട്ടോലെ ഒറ്റ സിഗ്നൽ അമേരിക്കയിലേക്ക്. സ്വോത്രം. 2009 അന്ന് 2009 ആ 107 ആകാശപ്പാറ അമേരിക്കയുടെ മേളിൽ കയറി. പക്ഷെ അത് പിന്നെ കണ്ടിട്ടില്ല. അന്ന് അമേരിക്ക ക്രിസ്മസ് ഇല്ല. അതിലൊരു പാറ കാലിഫോർണിയയിൽ വീണു. അതുകൊണ്ട് കാലിഫോർണിയ കടലിനകത്തൊരു സ്പോട്ട് വന്നു, സാൻ ആൻഡ്രിയ സ്പോട്ട്. അങ്ങനെയെങ്കിൽ 2030 കനാൻ ഓൺലൈൻ കാണുന്ന അമേരിക്കക്കാർ ശ്രദ്ധയോടെ ഇരിക്കാം. കടലിനകത്ത വെള്ളം കരയിലേക്ക് ഇടിച്ചു കയറും. 2030 കരയെ കടൽ വിഴുങ്ങാൻ പോകുന്നു അമേരിക്ക. ബാക്കി കേരളത്തിൽ പറഞ്ഞുതരാം. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോടോ. അങ്ങനെയെങ്കിൽ ഈ പാറ ആകാശത്തിൽ നിന്ന് വീണു, നദികളിൽ നീരുറവുകളിലും വീണു. ഈ പാറ കത്തുന്ന പാറ ഈ സമയത്ത് ചില പാറ കത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, അടുത്ത ആഴ്ച കർത്താവ് വരുന്ന പാറ കത്തിയെന്ന്. സ്വോത്രം. അതിനുശേഷം ഇസ്രായേൽ ഒരു പെൺകുട്ടിയുണ്ട്, അടിച്ചു മാറ്റുന്ന പ്രസംഗം. പുള്ളിക്കാരി അവിടെ നിന്നാണ് ഒരു പാറ കത്തിക്കഴിഞ്ഞാൽ പറയും അടുത്ത ആഴ്ച കർത്താവ് വരുന്നൊരുങ്ങുന്നു. ഇന്ന് രാത്രി പാറ കത്തിയത് കൊണ്ടും സുനാമി അടിച്ചത് കൊണ്ട് അമീബ മെനിഞ്ചൈറ്റിസ് വന്നത് കൊണ്ട് കൊറോണ വന്നത് കൊണ്ടൊന്നും കർത്താവ് വരത്തില്ല. അത് ലക്ഷണമാണ്. 3 കാര്യം ഇവിടെ നടക്കണം. 1, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. 1, കർത്താവിന്റെ വരവ്. 2,
ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാകണം. ഒക്ടോബർ 7 മുതൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നു. മൂന്നാമത്തെ കാര്യമുണ്ട്, ജാതികളുടെ പൂർണ്ണ സംഖ്യ കരമുയർത്തുന്നവർക്കായി. അതാ പത്രോസിലേക്ക് പറഞ്ഞത്, ചിലർ താമസമിന വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ താമസിക്കുന്നത് ചിലരുടെ പേരും കൂടി രക്ഷയുടെ പെട്ടകത്തിൽ ചേർക്കണം. അതുകൊണ്ടാണ് ഈ 2ാം വർഷവും ഈ ടീമിനെ കൺവെൻഷൻ ഇവിടെ വെക്കാൻ ദൈവം ബലപ്പെടുത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഉൾക്കവിയണമെന്നും പറഞ്ഞ് ആറാട്ടുപൊടിയിലെ പനച്ചുമൂട്ടിലെ റബ്ബർ വിട്ട് സ്ഥലം വിടരുതാച്ചായ റബ്ബറിന് നല്ല വിലയുണ്ട്, സ്വോത്രം. അതുകൊണ്ട് റബ്ബറും തോട്ടം വിട്ടേക്കരുത് ഉൾക്കവിയെന്ന് പറഞ്ഞ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിൽ ആകാശ പാറ വീട് 2018 എല്ലാവരും കേൾക്കണം. ഞാൻ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നല്ല കൺവെൻഷൻ, ഇതുപോലെ റോഡ് സൈഡ്. അന്ന് ഈ കനാനല്ല, അവിടുത്തെ സിറ്റി ചാനലുകാർ ടെലിവിഷനകത്ത് കൊടുത്തു. 2 ദിവസം എനിക്ക് IPCയുടെ കൺവെൻഷനാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2ാം ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ലൈവ് എടുക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, പാസ്റ്ററെ ഈ പറയുന്ന സയൻസ് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നാട്ടുകാർക്കും മനസ്സിലാവുന്നില്ല, സംശയം പലരും ചോദിക്കുന്നു, ഞങ്ങൾക്കാണ് ഇതിൻ്റെ ABCD അറിയത്തില്ല. സ്വതന്ത്ര ചാനൽ നമ്പർ കൊടുത്ത് ഫാസ്റ്റിൻ്റെ ഒരു നമ്പർ കൊടുത്താൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിക്കുക. ഞാൻ പറയും, മോനെ ധൈര്യമായിട്ട് കൊടുത്തോ, വളരെ കറക്റ്റായിട്ട് കൊടുക്കാവൂ, മാറ്റി കൊടുക്കരുത്. ഞാൻ അന്ന് 2ാം ദിവസം പ്രസംഗിച്ചു. ഈരാറ്റുപേട്ടയിൽ വണ്ടിയില്ല, നീ കൊട്ടാരക്കര വഴി ചാത്തന്നൂർ വേണം, എല്ലാവരും കേൾക്കണം. ഞാൻ 11 മണിയായപ്പോൾ കുഞ്ഞുങ്ങളെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു, ഒരു ചായയും കൂടെ കുടിച്ചു. തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സൂപ്പർ തൊടുപുഴ, പാല, ഏറ്റുമാനൂർ, കോട്ടയം വഴി തിരുവനന്തപുരം. അതിനകത്ത് ഞാൻ കയറി പാലായിൽ നിന്നൊരു സീറ്റ് കെട്ടി അവിടെ ഇരുന്ന് ഒന്ന് മയങ്ങി. 11:45 ആയപ്പോൾ ഏറ്റുമാനൂർ കഴിഞ്ഞ് കാരിത്താസ് ഹോസ്പിറ്റലിൽ ബൗണ്ടറി വരുമ്പോൾ ഒരു ഫോൺ, ഒരു രാത്രി 11:50 എന്നോട് ഒരു സാറ് വിളിച്ചിട്ട് ചോദിക്കുക, താങ്കളുടെ വിദ്യാഭ്യാസം എന്തോ എന്ന്. സ്വോത്രം. ആകെ പ്രസംഗിച്ച് നെഞ്ചു കയറി കയ്യും കാലും വടിഞ്ഞിരിക്കുന്ന എന്നോട് ചോദിക്കുക എൻ്റെ വിദ്യാഭ്യാസം എന്താ. അന്നിച്ചിരി നല്ല സ്റ്റേഡിലാണ്, അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. സ്വോത്രം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വേണേ സ്വഭാവത്തിന്. സ്വോത്രം. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, താങ്കൾ എവിടെ നിന്ന് വിളിക്കും? അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാലാ കോളേജിലെ പ്രൊഫസറാണ്, എനിക്ക് ഭയങ്കര സന്തോഷം. സ്വോത്രം. അദ്ദേഹം പറഞ്ഞു, ഞാൻ റോമൻ കത്തോലിക്കൻ RC-കാരനാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഫുൾ പ്രസംഗം കേട്ടു, ലൈവായിട്ട് ടെലിവിഷനിൽ കണ്ട് ഞങ്ങൾ വെള്ളം കുടിക്കാതെ പ്രസംഗം കേട്ടു. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി, കർത്താവ് വരുമെന്ന്. സ്വോത്രം. രണ്ടാമത്തെ കാര്യം പുള്ളി ചോദിച്ചു, ഇന്നത്തെ പ്രസംഗം കേട്ടു ആകാശപ്പാറയെ പറ്റി. പുള്ളിയുടെ സംശയം ഇതാ, സാറ് പറഞ്ഞത് ശരിയാ, ഞാനും പഠിക്കുന്ന ആളാണ്, ആകാശത്തെ അനവധി പാറ. പുള്ളിയുടെ സംശയം ഇതേ ഉള്ളൂ, ഒന്ന് പാലായിൽ 2 ബൈക്ക് ഒരേ സമയം കൂട്ടിമുട്ടുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഒറീസയിൽ ട്രെയിൻ മേലിൽ ഇടിച്ചു കയറുന്നു, ട്രെയിനിൻ്റെ കൂട്ടിയിടി. 3 ബോംബെയിലും കൊച്ചിയിലും വിമാനം ഒരേ പാതയിൽ തങ്ങളിൽ കൂട്ടിയിടി ഒഴിവായി. ആ സാറിൻ്റെ സംശയം എന്തോ, ആകാശപ്പാറ എന്താ കൂട്ടിമുട്ടാത്തതെന്ന്. നല്ല സംശയം. ഞാൻ ആ സാറിനോട് പറഞ്ഞു, സാറേ ആകാശപ്പാറ വാനമേഘങ്ങളിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയോ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗരാജ്യത്തിൽ അടിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ തരുന്നു. പെന്തക്കോസ് പെരുന്നാളിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ദൈവസഭ ഇവിടെ നിന്ന് മധ്യാകാശത്തിൽ പോകുന്നത് വരെ ഈ ആകാശപ്പാറ പൊട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. അതുകൊണ്ട് വെള്ളറുടെ പാറ തീ കത്തി ഉണ്ടെന്ന് കർത്താവ് വരത്തില്ല. രണ്ടാമത്തെ സയൻസ്, നദികളിലും നീരുറവകളിലുമായിരുന്നു വീണത്. വായിച്ചിട്ട് മോളെ ആ നക്ഷത്രത്തിന് അടുത്ത വാക്ക്, ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്ന പേര്. ആ കിടക്കുന്ന വെള്ളം കുടിച്ച് മരിക്കാൻ പോ, വാട്ടർ ഇൻഫെക്ഷൻ. അതിന്റെ സാമ്പിൾ അമ്മാമേ. നെയ്യാറ്റിൻകര ഒരു വ്യക്തിക്ക് കോളറ അടിച്ചപ്പോൾ തിരുവനന്തപുരം DMO പറഞ്ഞ് തിരുവനന്തപുരം ജില്ലക്കാരോട്, ഇവിടെ എങ്ങും കോളറ വന്നില്ല, നെയ്യാറ്റിൻകര അടിച്ചപ്പം തിരുവനന്തപുരം ജില്ലയോട് പറഞ്ഞു, വെള്ളം ചൂടാക്കിയേ കുടിക്കാവൂ, കര ഉയർത്തുന്നവർക്കായി. കോളറ അടിച്ച നെയ്യാറ്റിൻകര DMO പറഞ്ഞ് തിരുവനന്തപുരം ജില്ല മൊത്തം വെള്ളം ചൂടാക്കി കുടിക്കാൻ. അതാ വാട്ടർ ഇൻഫെക്ഷൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളത്തിൽ നിന്ന് വരും. മലപ്പുറത്ത് 3 ചെറുപ്പക്കാർ കുളിക്കാറിറങ്ങി, കുളത്തിനകത്ത് അവർ വെള്ളം കുടിച്ചല്ല മൂക്കിക്കൂടെ ഇറങ്ങിയത് അമീബ മെനിഞ്ചൈറ്റിസ്. സ്വോത്രം. അടുത്തത് വീണ്ടും നിപ്പ തിരിച്ചു വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് മരിച്ചുപോയി, അവൻ്റെ സർക്കുലേഷൻ ഇവിടെ എല്ലാം. ഇതെല്ലാം വാട്ടർ ഇൻഫെക്ഷൻ. വേറെ വെള്ളത്തിനകത്ത് വലിയൊരു കുഴപ്പം വരാൻ പോകുന്നു. അതായിരുന്നു പണ്ട് വെള്ളറടയിൽ. അതിൻ്റെ സാമ്പിൾ പറയാം. സമയത്ത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ ഒരു പനി പരിപാടി തച്ചായ അത് കൗണ്ട് കുറഞ്ഞ് മനുഷ്യൻ മരിക്കുവായിരുന്നു. സ്വോത്രം. അങ്ങനെ സംഭവം. ഇവിടുത്തെ ചെറുപ്പക്കാരും ചേച്ചിമാരും ഒക്കെ വെള്ളറടയിലും ചെമ്പൂരും ഒരു സീസണിൽ ഒരു വല്ലാത്ത പനിയിൽ മരിച്ചു. ആ പനി എന്താണെന്നറിയാവൂ? എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി 2 മിനിറ്റ് ആയാലും ഇത് മറ്റുള്ളടത്ത് പറയത്തില്ല. അതിൻ്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. തിരുവനന്തപുരം കണ്ടുപിട്ടി ആരാ? രാജീവ് ഗാന്ധി ബയോടെക്നോളജി. എവിടെ? പൂജപ്പുര രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജി കണ്ടുപിടിച്ചു. തിരുവനന്തപുരം ജില്ലയിലും പല ജില്ലകളിലും
വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഒരു പ്രത്യേക സാധനം, അതിന്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം. അതിന്റെ പ്രത്യേകത എന്താ? ശവം കൃത്യമായിട്ട് അടക്കിയില്ലെങ്കിൽ ശവത്തിനകത്ത് നിന്ന് ഒരു പ്രത്യേക തരം അണുപോലെ ഒരു വൈറസ് പോലെ ഒരു സാധനം ഇറങ്ങും. അതായിരുന്നു ഇട സമയങ്ങളിൽ നമ്മുടെ ഇവിടെ കൗണ്ട് കുറഞ്ഞ പനി. പക്ഷേ കോവിഡ് കാലത്ത് കൗണ്ട് കുറഞ്ഞ പനി വന്നില്ല. കാര്യം എന്താ? നിങ്ങളെല്ലാം മാസ്കും വെച്ച് സാനിറ്റൈസർ അടിച്ച് തീക്കി അടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. സ്വോത്രം. കോവിഡ് കാലത്ത് വീട്ടിൽ ഇരുന്നുകൊണ്ട് പനിയില്ലായിരുന്നു. കോവിഡ് മാറി നമ്മൾ മാസ്കും മാറ്റി കണ്ടടത്തെല്ലാം കൈ കൊടുത്തപ്പോൾ വൈറസ് ദാ വരുന്നു. സ്വോത്രം. അതിൻ്റെ പുറകെ അതുകൊണ്ട് വെസ്റ്റിനിൽ ദാ വരുന്ന എലിപ്പനി, പന്നിപ്പനി, നിപ്പ വൈറസ് ഇതെല്ലാം പുറകെ വരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കൈവിടപ്പെട്ട് കഴിഞ്ഞാൽ വാട്ടർ ഇൻഫെക്ഷൻ വരാൻ പോതോ. നദികളിലും നീരുറവകളിലുമായിരുന്നു വീണത്. വായിച്ചിട്ടുമ്പോൾ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം. വായിച്ചട്ടെ, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. അടുത്തത് കോവിഡ് അല്ല, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 2/3 ജനം മരിക്കും. വായിച്ചട്ടെ അടുത്ത വാക്ക്. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കരമുയർത്തിയാട്ട് നെയ്യാറ്റിൻകരയിൽ കോളറ. ഷൊർണൂരിൽ വിഭാഗ പാർട്ടിക്കകത്ത് 150 പേര് ആശുപത്രിയിൽ പോയി. അതിനകത്ത് വാട്ടർ ഇൻഫെക്ഷൻ കലക്കിയതിനകത്തൂടെ വെള്ളത്തിൽ കൂടെ ഏതോ കല്യാണ പാർട്ടിക്ക് വന്ന് 150 ആശുപത്രി. ചിക്കൻ ബിരിയാണി കഴിച്ചതല്ല, വെള്ളത്തിൽ കൂടെ വാട്ടർ ഇൻഫെക്ഷൻ. അമീബ, മെനിഞ്ചൈറ്റിസ്. കുളിക്കാറിങ്ങിയ 3 പിള്ളേർ മലപ്പുറത്ത് ചത്തുപോയി. വെള്ളത്തിൽ കൂടെ വരാൻ പോകുന്ന അന്ത്യകാലത്ത് വാട്ടർ ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് ഇനി വരുന്ന കാലം വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നട്ടോട്ടം ഓടാൻ പോകുന്ന ഒരു കാലം എവിടെ വന്നത്. അതുകൊണ്ട് നമ്മുടെ ജയം ഹാളിൽ വെള്ളരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ ആ പൈപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മാസികത്തെ കയ്യേറ്റാൻ ചെല്ലുമ്പോൾ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. യേശു വരാൻ കാലമായ നല്ല വെള്ളം അമൂല്യമാണ്, സൂക്ഷിക്കുക. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ചെമ്പൂർ സ്കൂളിൽ ചെന്നാൽ CBSE ആവട്ടെ സ്റ്റേറ്റ് സ്കൂളാകട്ടെ, അവിടെ ഇപ്പം ടീച്ചർമാർ കുറേ കുഞ്ഞുങ്ങളോട് നിൽക്കുക. വടിയാട്ട് ആവശ്യമില്ല, ജലം തുറന്നു വിടരുത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ വരുന്ന ജലം ജൽജീവൻ മിഷൻ ആയാലും ഏത് മിഷനായാലും കറക്റ്റായിട്ട് കണക്കാ. അതിനകത്ത് മാറ്റിയാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു, ഇനി ടാപ്പിനകത്തെല്ലാം വരുന്നത് ഇൻഫെക്ഷൻ വാട്ടർ. കോളറ തുടങ്ങിയപ്പോൾ മുന്നറിയിപ്പെങ്കിൽ വരാൻ പോകുന്ന ഇൻഫെക്ഷൻ വാട്ടർ 2025 കഴിഞ്ഞ് അവസാനം 2025 അവസാനം തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പോകുന്നു. എല്ലാ ജില്ലകളിലും വരും. ഏതാ ടാപ്പ് എന്നറിയാമോ? സെൻസർ ടാപ്പ്. കൈ കാണിക്കുമ്പോൾ കഴുകാൻ വെള്ളം കിട്ടും. ആ വെള്ളത്തിൻ്റെ അളവ് ടാപ്പിനറിയാം, പിന്നെ അടയുകയും ചെയ്യും. അപ്പം ചില ചേട്ടന്മാർ ഇവിടെ നിന്ന് വിചാരിക്കുക ഞങ്ങൾ അതിനേക്കാളും ബുദ്ധിയുള്ളവരാ വീണ്ടും കൈ കാണിക്കുമെന്ന്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം കൈ കാണിച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കിട്ടത്തുള്ളൂ. സ്വോത്രം. അതിൻ്റെ നാടൻ മലയാളം. വെള്ളറുടെ നീപ്പോസ് റേഷൻ മേടിച്ചിട്ട് ചെമ്പു വന്ന ചേച്ചിയുടെ കടയിൽ ചെന്ന് കൈവച്ചാൽ ചേച്ചി പറയുക മാത്രം കാണിക്കാതെ പോക്കോളാം, സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ ചേട്ടന്മാർ വിചാരിക്കും കൈ കാണിക്കാന്ന്. അഥവാ വരാൻ പോകുന്ന സെൻസർ വാട്ടർ ടാപ്പ്. അപ്പോൺ യുവർ ഹാൻഡ് ദ വാട്ടർ ഈസ് കമ്മിങ്, ദ വാഷിംഗ് ടൈം ഫിനിഷ്, that time close. അപ്പോഴേ ടാപ്പ് അടയും. വരാൻ പോകുന്നു 2025 സെൻസർ വാട്ടർ ടാപ്പ്. ജലത്തിന് വേണ്ടി ഇവിടെ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ഇൻഫെക്റ്റഡ് വാട്ടർ, അതാ മോള് വായിച്ചത്, വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും മരിച്ചുപോയി. എന്നാൽ ഇന്ന് രാത്രി കനാൻ ഗോസ്പൽ ടീമിന്റെ 2ാമത് കൺവെൻഷനിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ആ വെള്ളം ഞങ്ങൾ കുടിക്കുന്നതിന് മുമ്പ്, ആ വെള്ളം ഞങ്ങളുടെ ഹല്ലേലൂയ ടാപ്പുകളിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ജലം ഇവിടെ കിട്ടുക. അതിൻ്റെ പേരാ ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവനെ ചേർക്ക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഷുഗോറിന്റെ പട്ടണത്തിനകത്ത് ശമരിയാക്കാരി യഹൂദനായ കർത്താവ് യേശു ക്രിസ്തു അവൾ തൊട്ടിയിട്ട് ഇവിടെ മുക്കിക്കൊണ്ടിരിക്കുക. അവൾ പകലുമിട്ട് മുക്കുക. യേശു അവിടെ ചെന്നു. അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഞാൻ നിനക്ക് ജീവജലം തരാം. ഇന്ന് നീ കുടിക്കുന്ന ജലം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കുക. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ചത് യമക്കൾ പറഞ്ഞ ആകാശത്ത് നിന്ന് ഉൽക്ക പൊട്ടി ഇവിടെ വാട്ടർ വന്ന് 2/3 മരിക്കുന്നതിന് മുമ്പ് ജീവജല ഉറവയിൽ നിന്ന് പാനം ചെയ്തവനെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കോളറ കണ്ട തിരുവനന്തപുരം, എലിപ്പനി കണ്ട തിരുവനന്തപുരം, ഇന്നത്തെ വാട്ടർ ഇൻഫെക്ഷൻ കണ്ട തിരുവനന്തപുരം, മലപ്പുറം മെനിഞ്ചൈറ്റിസ് കണ്ട തിരുവനന്തപുരം. ഇന്ന് രാത്രി പറഞ്ഞ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ കാലം അതിൻ്റെ അന്ത്യത്തിലായി, യുഗം അതിൻ്റെ പരിസമാപ്തിയിലായി, ദിനങ്ങൾ അതിൻ്റെ അവസാനത്തിലായി. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. 4ാമത്തെ സംഭവം ഏപ്രിൽ ഇപ്പോൾ തിരുവനന്തപുരം കണ്ടത്. ഇനി എന്താ? ആകാശത്തിന് ആകാശപ്പാറ വീണാൽ അതെവിടെ വീഴുമെന്നറിയാമോ? നദികളിൽ വീഴും,
കിണറ്റിൽ വീഴും, സമുദ്രത്തിലും വീഴും. വായിക്കാം വെളിപ്പാട് പുസ്തകം 8:9 4ാമത്തെ സയൻസ്. കണ്ടിന്യൂലി വി ആർ പ്രീച്ചിങ് ദ സയൻസ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 8 വേഴ്സ് 8 and 9. വായിച്ചിട്ട് മോളെ വെളിപ്പാട് 8-9 വാക്യങ്ങൾ വായിക്കാം. രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയൊന്ന് ആകാശത്തിൽ നിന്ന് വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കിടക്കുന്ന ആകാശത്തിൽ നിന്ന് ഉൽക്കവീഴ്. പലരും വിചാരിക്കും ദൈവദാസൻ എന്തോ പറയുന്നതെന്ന്. സ്വോത്രം. ഇനി ഭൂകമ്പത്തിലേക്കല്ല പോകുന്ന വട്ടിയൂർക്കാവിലേക്കാ പോകുന്ന. സ്വോത്രം. കിടക്കുന്നു വെല്ലൂരിൽ ആളം കൊന്നത് ഉൽക്ക. ആകാശത്തെ ആകാശപ്പാറ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കിണറ്റി വീഴുന്നില്ല. റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ഇതെല്ലാം എവിടെ വീഴും? നദികളിൽ വീഴും, നീരുറവകൾ വീഴും, സമുദ്രത്തിൽ വീഴും. അടുത്ത വാക്ക് മോൾ വായിച്ചാട്ടെ. കടലിൽ 3 രക്തമായെങ്കിൽ നെയ്യാറിൽ വീണാൽ നെയ്യാറിൽ വെള്ളം രക്താവും. നിങ്ങളുടെ കിണറ്റ് വീണാൽ കിണറ്റിലെ വെള്ളം രക്താവും. കരമനയാർ വീണാൽ അതും രക്താവും. അരുവിക്കര വീണാൽ ഇതും രക്തം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അടുത്ത വാക്കൂടെ മോളൊന്ന് വായിച്ചാട്ടെ. വെള്ളം കുടിച്ച് വായിച്ചോ. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികൾ 3 ചത്തുപോയി. സമുദ്രത്തിൽ നിന്ന് ഇത് കുടിച്ചാൽ സമുദ്രത്തില്, കിണറ്റിൽ നിന്ന് കുടിച്ചാൽ ഇവിടുത്തെ അച്ഛനും അമ്മമ്മയും വെള്ളം കുടിച്ച് മരിക്കാൻ പോവുക. അങ്ങനെ ഒരു സംഭവം ഇവിടെ വരാൻ പോകുന്നു. എന്താ അതിന്റെ പ്രത്യേകത? ഇനി എല്ലാവരും കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. തിരുവനന്തപുരം ഇവിടുത്തെ കർത്താവിന്റെ ദാസന്മാരുടെ കൂട്ടുവേലക്കാർ വെടിഞ്ഞത്ത് നല്ല ബക്കറ്റുമായിട്ട് മീൻ മേടിക്കാൻ പോയൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. വെടിഞ്ഞം, പൂവാർ, പഴവഞ്ചാൽ, പുല്ലുവിള, ശംഖുമുഖം എല്ലാം. അത് കഴിഞ്ഞ് കൊല്ലങ്കോടെ എന്താ മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. എല്ലാവരും കേൾക്കണം. ഇതാ സയൻസ്. നിങ്ങൾ ഇതിനെ നിഷ്പ്രഭമാക്കരുത്. വചനം കിട്ടാത്ത കാലം വരാൻ പോവുക. ഇന്ന് രാത്രി കേട്ടോടോ. എന്താ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. ആ സ്ട്രേഞ്ചിലെറ്റിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരാ ഫ്ലൂറൈഡിന്റെ തുള്ളി. അത് കടലിനകത്ത് വീഴുമ്പോൾ കടലിനകത്തൊരു സാധനമുണ്ട്. അതിന്റെ പേരാ ഉപ്പുവെള്ളം, സോഡിയം ക്ലോറൈഡ്. ഇതൊരു ലായനിയായി മാറും. മോളെ സയൻസ് എഴുതിക്കോ. ഈ ലായനി ഒരു പ്രത്യേക ലായനിയാ. മത്സ്യത്തിന്റെ ചെകിളെ ചെന്ന് അടിക്കും. ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യത്തിന് ഈ ലായനി ചെകിളെ ചെന്ന് അടിക്കുമ്പോൾ അവൻ ജീവരക്ഷ പല്ലി വാല് മുറിച്ചിട്ട് രക്ഷപ്പെടുന്നത്. അവൻ ജീവനും കൊണ്ട് ഓടി വന്ന് പിടച്ചടിച്ച് കിടക്കുന്ന കാഴ്ചയാ വിഴിഞ്ഞത്ത് കണ്ടത്, പത്രത്തിൽ വന്നത്. മത്സ്യം കൂട്ടത്തോടെ മരിച്ചു കിടക്കുന്ന കാഴ്ച. അടുത്ത ഇന്ന് രാത്രി മൊബൈലിൽ ഞെക്കണം. പാലക്കാട് യാക്കര 24 ന്യൂസ് ചാനൽ. ആകാശത്തിൽ നിന്ന് എന്തോ വീണു? മത്സ്യം മുഴുവൻ ചത്തു. അങ്ങനെയെങ്കിൽ രാസവസ്തു വീണാൽ മത്സ്യം മരിക്കുമോ? പെരിയാർ. കഴിഞ്ഞ ദിവസം പത്രം കണ്ടവർ കരം ഉയർത്തണ അച്ചായ. പെരിയാറിൽ രാസമാലിന്യം തുറന്നു വിട്ടപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം ചത്തെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ആകാശത്തുനിന്ന് വൻമല പോലെ ഇവിടെ വീണ സമുദ്രത്തിലെയും കിണറ്റിലെയും വെള്ളം രക്തമാകും. രക്തവെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന കാലം വരാറായി. ഇന്ന് രാത്രി കിളിയൂരിലെ ദൈവമക്കൾ പറയണത്, ആ രക്തവെള്ളം ഞങ്ങളുടെ കിണറ്റിൽ, ആ രക്തവെള്ളം ഞങ്ങളുടെ ഹല്ലേലൂയ കുളത്തിൽ, ആ രക്തവെള്ളം ഹല്ലേലൂയ, ആ രക്തവെള്ളം ഞങ്ങളുടെ പുഴയിൽ വരുന്നതിന് മുമ്പ്. കേട്ടോണം എല്ലാവരും കേട്ടോണം, നോട്ട് ചെയ്യണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ ഒരു അമ്മച്ചി രാവിലെ ചായ ഇടാൻ ഹല്ലേലൂയ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഉൾക്ക വീണത്, അത് രക്തവെള്ളം. എന്നാ വിചാരിക്കുന്നു 7:30 മണിക്ക് സ്വോത്രം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ജൽജീവൻ മിഷന്റെ ടാപ്പ് തുറങ്ങാം, അതും രക്തവെള്ളം. എന്നാ വിചാരിക്കുക മണ്ഡപത്തിൻ കടവി, ആ ചെറിയ കടവിൽ പോയി തുണി കഴുകുക, അവിടെ നെയ്യാറിൽ വീണ രക്തവെള്ളം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ രാവിലെ 5:30 കാപ്പി ഇടുന്നത് രക്തവെള്ളം, 7:30 കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നത് രക്തവെള്ളം, 9:30 മണ്ഡപത്തിൻ കടവിൽ പാലത്തിൻ്റെ കീഴിൽ തുണി അലക്കിയാലും രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന ദൈവമക്കൾ പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പിക്ക് കയറുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ തുണിയിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഗെത്സമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, കാൽവരി മലയിൽ അവൻ പരമയാഗമായി ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. ഓ എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓടിയിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, എൻ്റെ മുഖരോമങ്ങളെല്ലാം അവർ വലിച്ചു തീർന്ന്. എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ ആസ്തികളൊക്കെയും തൂങ്ങിപ്പോകുന്നു. സ്വർഗത്തോട് പറഞ്ഞു, സകലതും നിവർത്തിയാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ, എൻ്റെ നാഥന്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തമൊഴുകിയെങ്കിൽ അവൻ്റെ ചങ്കിലെ
ചോരയാൽ കരുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി കരമുയർത്തിയാട്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാല, ഇതാകുന്നു രക്ഷാ ദിവസ. ഇന്ന് രാത്രി കിളിയോര് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 2 ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളകൾ നടത്തണ്ട. കിളിയൂരിലെ സൗണ്ട് ബോക്സിന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, ആത്മഹത്യ കൊതിക്കുന്ന ചെറുപ്പക്കാരി, ഇന്ന് രാത്രി കരം ഉയർത്തി യേശു രക്ഷകൻ എന്നൊരു തീരുമാനമെടുക്ക. നിന്നെ ചേർക്കാൻ കാന്തൻ വരാറായി. പെട്ടകത്തിന്റെ വാതിലുകൾ അടയാറായി, വചനത്തിന്റെ വാതിലുകൾ അവസാനിക്കാറായി. ഇന്ന് രാത്രി വചനം കേട്ട് മാനസാന്തരപ്പെട്ടവനെ ചേർക്കാൻ യേശു വരാറായി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നുണ്ട്. സമയത്തെ അറിയുകയാൽ രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. ഇരുട്ടിൻ്റെ സർവായുധവർഗങ്ങളെ മാറ്റി വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചവരെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി 4 ബേസ് സയൻസ് നിങ്ങളുടെ മുമ്പിൽ. 3 കാര്യം കൂടെ പറയും. ഇന്റർനെറ്റിലേക്ക് വട്ടിയൂർക്കാവിലേക്ക് പോവാൻ. നമ്പർ 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. മലയാളം നോട്ട് എഴുതുന്നവരിടാം. ആ സൂര്യൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് നീതി സൂര്യൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. 2, ഇവിടെ വൻ പാറകൾ വീഴും. ആ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ എടുക്കപ്പെടും. 3, വാട്ടർ ഇൻഫെക്ഷൻ വന്ന് ജനത്തിൻ്റെ മരണം, കോളറ, അമീബ, മെനിഞ്ചറ്റിസ്. എന്നാൽ ജീവജല നദിയിൽ നിന്നും പാനം ചെയ്തവനെ ചേർക്കാൻ എൻ്റെ യേശു മടങ്ങി വരും. 4, വൻമല പോലെ കടലിലും പുഴയിലും മല വീഴും. രക്തം വെള്ളം രക്തമാകും. പ്രാണനുള്ളതെല്ലാം ചത്തുപോകും. ആ രക്തവെള്ളം ഞങ്ങളുടെ ശരീരത്തിലോ തലയിലോ ഞങ്ങളുടെ ആഹാര പൊതികളിലോ വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ദൈവസഭയെ കർത്താവ് കാക്കും. അവൻ മടങ്ങി വരാറായി. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും. ഒരു പാട്ട് പാടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ കൊടുക്കണം. ആരും എഴുന്നേറ്റ് പോകരുത്. 9:10 ആകുമ്പോൾ അടുത്ത 20 മിനിറ്റ് കൂടെ എനിക്ക് മതി. ബാക്കി നാളെ പറയാം. ഇത്രയും പേരെ കിട്ടുന്നത് ഭാഗ്യം. കൊല്ലം ജില്ല പെരുമഴയ. ഇന്ന് രാത്രിയും കരുണാമയനായ ദൈവം ഇത്രയൊരു അന്തരീക്ഷം തന്നതിനായി നന്ദി. നമ്മുടെ മക്കൾ പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു നല്ല നന്മ കൊടുത്താട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വന്നാട്ട് മക്കളെ പാട്ട് പാടിയാട്ടെ.